അള്ളാഹു സത്യവിശ്വാസികൾക്ക് നൽകുന്ന വിലമതിക്കാനാവാത്ത ഒരു കാലമാണ് റമദാൻ. നമ്മൾ പല പുണ്യങ്ങളുടെ പൂക്കാലം എന്നൊക്കെ നമ്മൾ സാധാരണ വിശേഷിപ്പിക്കാറുണ്ട് അല്ലേ? അപ്പോൾ അത്രയും മഹത്തമായ ഒരു മാസം നമുക്ക് എന്തിനാണ് അള്ളാഹ് തന്നത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അവിടെയാണ് ഈ ആയത്ത് അതിൻ്റെ അടിവരയിട്ട് നാം മനസ്സിലാക്കേണ്ടത്. തഖ്വ കൈവരിക്കാൻ. എന്താണ് ഈ തഖ്വ കൈവരിക്കാൻ? തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണയിലേക്ക് തഖ്വ നമ്മൾ തഖ്വ എന്ന് പറയാറുണ്ട്. എന്താണ് തഖ്വ? ഇത്തഖ, യത്തഖി, മുത്തഖിയാണ് ആൾ എന്ന് പറയും. മുത്തഖിയാണെന്ന് പറഞ്ഞാൽ പുറത്ത് കാണുന്ന ബാഹ്യമായ അവൻ്റെ വേഷവിധാനവും ആകാര സൗഷ്ഠവും ഒക്കെ നോക്കിയിട്ടാണോ തഖ്വ നിർണ്ണയിക്കേണ്ടതല്ല എന്നാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ ഒരിക്കൽ ഒരാൾ തഖ്വയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് കൊടുത്ത മറുപടി വലദ ദിർഹാമി ഫൻദുർ, അവനായിട്ട് സാമ്പത്തിക ഇടപാട് നടത്തി നോക്കിയാൽ മതി എന്നാണ്. എന്നാൽ എനിക്ക് മനസ്സിലാവുമോ മുത്തഖിയാണോ എന്നുള്ളതെന്ന്. എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഇടപാടിൽ സൂക്ഷ്മതയുണ്ടെങ്കിൽ അവൻ മറ്റു മേഖലയിലൊക്കെ സൂക്ഷ്മമുള്ളവനാവും. പലപ്പോഴും നല്ല നിസ്കരിക്കും, എല്ലാ കാര്യത്തിലും വളരെ ചിട്ടായിരിക്കും. സാമ്പത്തിക ഇടപാട് നടത്തി നോക്കിയാൽ അവൻ വളരെ മോശമായിരിക്കും ആ രംഗത്ത്. അപ്പോൾ തഖ്വയുടെ ഏറ്റവും നല്ല ലക്ഷണമായിട്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നത് വലദ ദിർഹമി ഫൻദുർ, ദിർഹമിൻ്റെ അടുത്ത് നോക്കണം. അപ്പോൾ അത് തന്നെയാണ്. അപ്പോൾ ആ നിലയ്ക്ക് സൂക്ഷ്മത കൈവരിക്കാൻ റമദാൻ പര്യാപ്തമാകേണ്ടതുണ്ട്. വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു സുവർണ കാലമായിട്ടാണ് റമദാനിനെ നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ റമദാനിലേക്കുള്ള മുന്നൊരുക്കത്തിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ വീടുകളിൽ ആവശ്യമായ ഒരുക്കങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പഠനവിധേയമാക്കുന്നുണ്ട് അല്ലേ? ഒരു നോമ്പിനെ സ്വീകരിക്കാനുള്ള താല്പര്യമുള്ള ആളുകൾ അത് ചെയ്യും. എന്തൊക്കെ ഞാൻ ചെയ്യണം, എന്തൊക്കെ സൂക്ഷ്മത കാണിക്കണം, അതൊക്കെ ഉണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം നമ്മുടെ റമദാൻ വിജയപ്രദമാകുമോ? റമദാൻ ശരിക്കും റസൂലുള്ളാഹി പറഞ്ഞത് അസ്സലവാത്തുൽ ഖംസു വൽ ജുമുഅത്തു ഇലൽ ജുമുഅ വ റമദാനു ഇലാ റമദാൻ മുകഫിറാത്തു മാ ബൈനഹുന്ന ഇദജ്തനബൽ കബായിർ. റസൂലുള്ളാഹി വെച്ചൊരു വ്യവസ്ഥയാണ്. എന്താണിത്? 5 നേരത്തെ നമസ്കാരം ഒരു ജുമുഅ മുതൽ മറ്റു ജുമുഅ വരെയുള്ള സമയം, ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെയുള്ള സമയം മുകഫിറാത്തു മാ ബൈനഹുന്ന, അവയ്ക്കിടയിലുള്ള ചെറുപാപങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ പര്യാപ്തമാണ് എന്നാണ്. അപ്പോൾ 5 നേരത്തെ നമസ്കാരം, ഒരു നമസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരം വരുന്നതിലിടയ്ക്ക് നമ്മളെടുത്ത് വന്ന ചെറിയ വീഴ്ചകളൊക്കെ അള്ളാഹ് അടുത്ത നമസ്കാരത്തോടെ പരിഹരിച്ചു തരും. ഇനി റമദാൻ അങ്ങനെയാണ്. ഒരു റമദാൻ കഴിഞ്ഞ് അടുത്ത റമദാൻ വരെ നമ്മിൽ വന്നു പോയ ചെറുപാപങ്ങളൊക്കെ എന്തു ചെയ്യും? മായ്ക്കാൻ പര്യാപ്തമാണ് റമദാൻ. പക്ഷെ എന്തു ചെയ്യണം? ഇദജ്തനബൽ കബായിർ, വൻ പാപങ്ങൾ ഉപേക്ഷിച്ചാൽ, വൻ പാപങ്ങൾ വരാതിരിക്കണം. അതാണ് അതിനുള്ള ഏറ്റവും വ്യവസ്ഥയായിട്ട് അള്ളാഹ് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞതിലൊക്കെ വൻ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും വരാതിരുന്നോ, ഇവയ്ക്കിടയിലൊക്കെ അള്ളാഹു ഒരു അവസരം നമുക്ക് ഒരുക്കി തന്നിരിക്കുകയാണ്. നമ്മുടെ അടുത്തുള്ള വീഴ്ചകളൊക്കെ പുറത്ത് നേരെ അള്ളാഹിൻ്റെ അടുത്തേക്ക് അടുക്കാനുള്ള ഒരവസരം നമുക്ക് ലഭ്യമാക്കി തന്നിരിക്കുകയാണ്. ആണ് റമദാൻ്റെ മഹത്വം. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു വേളയാണ് റമദാൻ. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് നമുക്കതിനെ കാണാൻ കഴിയും. ആ അനുഗ്രഹത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം സിദ്ധിച്ചവരാണ് നമ്മൾ. കാരണം എന്താ? ഒരു റമദാനും കൂടി നമ്മൾ നമ്മുടെ അടുത്തെത്തിയിരിക്കുന്നു. കഴിഞ്ഞ കൊല്ലം റമദാനിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പല ആളുകളും നമ്മിൽ നിന്ന് വേർപെട്ടു പോയി. പക്ഷേ ആ ഭാഗ്യം നമുക്ക് വീണ്ടും കൈവന്നിരിക്കുന്നു. അത് പൂർത്തിയാക്കാൻ കഴിയണേ എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ. പക്ഷേ അത് പൂർത്തിയാക്കാൻ കഴിയണേ എന്ന് ദുആ ചെയ്യുന്നത് കൂടെ തന്നെ അത് പൂർണ്ണമായും വിനിയോഗിക്കാൻ കഴിയണേ എന്നും കൂടി അള്ളാഹിനോട് ദുആ ചെയ്യണം. കാരണം നോമ്പ് നിയമമാക്കപ്പെട്ടതിലെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ, അഥവാ തഖ്വ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത്തഖ എന്ന് പറഞ്ഞാൽ ദോഷബാധയെ സൂക്ഷിച്ചു എന്നാണ്. മുത്തഖി എന്ന് പറഞ്ഞാൽ ദോഷബാധയെ സൂക്ഷിക്കുന്നവൻ എന്നാണ്. ശരിക്കും അങ്ങനെയാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ അതാണ്.
ആണ് തഖ്വയെ നിർവചിച്ച പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്, ഒരു മുള്ളും കുപ്പിച്ചില്ലുകളും ഒക്കെ നിറഞ്ഞ ഒരു വഴിയിലൂടെ നിങ്ങളിങ്ങനെ സഞ്ചരിക്കേണ്ടി വരികയാണ്. അപ്പോൾ എത്ര സൂക്ഷ്മത ഉണ്ടാവും. നിങ്ങൾ കാലിൽ തറക്കാതിരിക്കാൻ വളരെ ശ്രദ്ധയോടെയല്ലേ കാല് വെക്കുക. മുള്ളുണ്ട്, കുപ്പിച്ചില്ലുകളുണ്ട്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കാല് വെച്ചാൽ മുന്നോട്ട് പോവുക. അതേപോലെ സൂക്ഷിക്കുന്നതിനാണ് തഖ്വ എന്ന് പറയാൻ. അപ്പോൾ ജീവിതത്തിൽ, വിശ്വാസിയുടെ ജീവിതത്തിൽ, ജീവിതത്തിൻ്റെ കലർപ്പുകൾക്കിടയിൽ ജീവിക്കുമ്പോൾ അവിടെ വരാവുന്ന എന്തെല്ലാം അപകടങ്ങളുണ്ടോ അതിനെയൊക്കെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനാണ് തഖ്വ എന്ന് പറയാം. അപ്പം അങ്ങനെ മുത്തഖിയായി മാറാൻ കഴിയുക, അതിനു വേണ്ടിയാണ് റമളാൻ നമുക്ക് നൽകിയിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, സൂറത്ത് ബഖറയിലെ ഞാൻ കേൾപ്പിച്ച ആയത്ത് അതാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ എന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹു സംബോധന ചെയ്യുന്നത് തന്നെ. കുതിബ അലൈക്കുമുസ്സിയാം, നോമ്പ് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ പൂർവികർക്ക്, നിങ്ങളുടെ മുമ്പുള്ളവർക്ക് ഇത് നിർബന്ധമാക്കിയിരുന്നത് പോലെ. അപ്പോൾ പൂർവ്വ സമൂഹങ്ങൾക്കും നോമ്പുണ്ടായിരുന്നു, പക്ഷേ നമ്മളുടെ രീതിയിലായിരുന്നില്ല എന്ന് മാത്രം. എന്നിട്ട് പറയുന്നത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖികളാകാൻ വേണ്ടി. അതാണ് ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീനോട് ചേർത്ത് വായിക്കേണ്ട ഭാഗം. അപ്പോൾ ഇനി ആ തഖ്വ നമ്മൾ അങ്ങോട്ട് എത്തിയിരിക്കുന്നോ, കഴിഞ്ഞ റമളാൻ എത്ര ഫലപ്രദമായി എന്ന് ആലോചിക്കുമ്പോഴാണ് മനസ്സിലാകുക. നോമ്പുകാലത്തുണ്ടായിരുന്ന ഈമാനും തഖ്വയൊക്കെ തുടർത്താൻ നമുക്ക് കഴിഞ്ഞോ? അങ്ങനൊന്ന് ആലോചിച്ച് നോക്കൂ. നേരത്തെ ഉള്ള ആ ചാർട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്കും കൂടി ആലോചിച്ചാൽ നിങ്ങൾക്ക് രണ്ടും കൂടി കൃത്യമായിട്ട് ഒരു ചിത്രം കിട്ടും. മറ്റെങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞ റമളാനൊക്കെ ഞാൻ കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നായിരിക്കും മനസ്സ് പറയാം. പക്ഷെ നമ്മൾ മാർക്കിട്ട് വന്ന് നോക്കുമ്പോൾ നമുക്ക് മാർക്ക് എത്ര ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മളുടെ ഉപയോഗപ്പെടുത്തൽ എത്ര കണ്ട് ഫലപ്രദമായി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെ കഴിഞ്ഞു നിങ്ങളുടെ മാർക്ക് എങ്ങനെ ആ മനസ്സിൽ അങ്ങനെ ഒന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ശരിക്കും മനസ്സിലാവും. റമളാൻ ശരിക്ക് ഹതഭാഗ്യന്മാരാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, റമളാൻ ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത ആളുകൾ. അപ്പോൾ ഹതഭാഗ്യന്മാരിൽ ഉൾപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, റുബ്ബ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ് വറുബ്ബ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ. എത്ര നോമ്പുകാരാണ്, അവരെ നോമ്പ് കൊണ്ട് വിശപ്പല്ലാതെ വേറൊന്നും ലഭ്യമാകുന്നില്ല. കുറേ വിശപ്പ് ഉണ്ടായി എന്നല്ലാതെ വേറെ ഒന്നും അവനതുകൊണ്ട് കിട്ടിയിട്ടില്ല. റുബ്ബ എന്ന് പറഞ്ഞാൽ എത്ര ആളുകളാണെന്നുള്ളത് ഞാൻ അറബിയിൽ ഉപയോഗിക്കുക. റുബ്ബ കമ്മിൻ, അതേപോലെയുള്ളൊരു പ്രയോഗമാണ് റുബ്ബ. റുബ്ബ ഖായിമിൻ, എത്ര രാത്രി നമസ്കാരക്കാരാണ്. ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ, അവൻ്റെ രാത്രി നമസ്കാരം കൊണ്ട് ഉറക്കമിളക്കുക എന്നല്ലാതെ വേറൊന്നും അവന് ലാഭമായി കിട്ടിയിട്ടില്ല. അങ്ങനെ എത്ര ആളുകളുണ്ടെന്ന്. അവർ ഹതഭാഗ്യന്മാരാണ്. ആ ഹതഭാഗ്യരിൽ നാം ഉൾപ്പെടാതിരിക്കണം. അപ്പം നമ്മുടെ നോമ്പ് എന്തായിരിക്കണം? ഈ പറഞ്ഞ ഇനത്തിലാണോ എൻ്റെ നോമ്പ് എന്ന് പരിശോധിക്കണം. ജുഅ് മാത്രമാണോ, വിശപ്പ് മാത്രമാണോ എൻ്റെ നോമ്പ് കൊണ്ട് എനിക്ക് കിട്ടിയത്? പകലിൽ കുറേ പട്ടിണി കിടന്നു എന്നതിനപ്പുറം ഒന്നും എൻ്റെ നോമ്പ് കൊണ്ട് ലഭ്യമായില്ല എങ്കിൽ ആ നോമ്പുകാരൻ ഹതഭാഗ്യനാണ്. അതേപ്രകാരം തന്നെയാണ് രാത്രി നമസ്കാരങ്ങളിലേറെ ഏർപ്പെട്ടിരുന്നു, പക്ഷേ കുറേ ഉറക്കൊഴിച്ചു എന്നല്ലാതെ ആ നമസ്കാരം ഒന്നും ഫലപ്രദമായില്ല എങ്കിൽ അത്രമാത്രം നഷ്ടം വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഒരുപാട് പട്ടിണി കിടന്നിട്ട് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുകൂടി, ഒരുപാട് ഉറക്കൊഴിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞുകൂടി എന്നതിനപ്പുറം ഒന്നുമില്ലെങ്കിൽ അപ്പോൾ അത് പോരാ. അതുകൊണ്ട് നമ്മുടെ റമളാൻ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന, മാറ്റമുണ്ടാക്കുന്നതായി മാറേണ്ടതുണ്ട്. അതിനെന്താ മാർഗം? മൻ സാമ വലം യുഖ്ലിസിൻ നിയ്യ. ഇത് വരുന്നതിനെക്കുറിച്ച് മുഫസ്സിറുകളെക്കുറിച്ച് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒന്ന്, നിയ്യത്ത് നന്നാവണം. അത് വഴിയെ ഞാൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് നമ്മുടെ നിയ്യത്ത്, ഇഖ്ലാസുള്ള നമ്മുടെ നിയ്യത്ത് ഇഖ്ലാസോട് കൂടിയായിരിക്കണം, അല്ലെങ്കിൽ നോമ്പ് ഈ പറഞ്ഞ പോലെയാകും. പിന്നെ നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ കഴിയണം. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, 2 അവയവങ്ങളെ നിയന്ത്രിക്കുകയാണെങ്കിൽ ഞാൻ അവന് സ്വർഗ്ഗം ഉറപ്പ് തരാമെന്ന് പറഞ്ഞു. ഏതാ 2 ഒന്ന് നാവാണ്. മാ ബൈന ലഹിയൈഹി എന്ന റസൂൽ പറഞ്ഞ്, അവൻ്റെ 2 താടിയെല്ലുകൾക്കിടയിലുള്ളത്. ഒമാ ബൈന രിജിലൈഹി, അവൻ്റെ ഗുഹ്യാവയവവും. ഇത് 2 സൂക്ഷിക്കാൻ ഒരാൾ എനിക്ക് വാക്ക് തരികയാണെങ്കിൽ അവന് സ്വർഗം ഞാൻ കൊടുക്കാം.
സ്വർഗം ഞാൻ ഉറപ്പ് കൊടുക്കാമെന്നവർ. അപ്പം നാവ് വളരെ അപകടകാരിയാണെന്ന് അർത്ഥം. നമ്മുടെ സംസാരം, അതേപ്രകാരം തന്നെ നമ്മുടെ സാക്ഷ്യം, അതൊക്കെ നമ്മുടെ നാവിലൂടെ പുറത്തു വരുന്നതാണ്. അപ്പം അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ നോമ്പ് ഉപയോഗപ്രദമാകില്ല, ഫലപ്രദമാകില്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, മല്ലം യദ ഖൗല സൂർ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജ ഫി അൻ യദഅ തആമഹു വശറാബ. ചീത്ത വാക്കും ചീത്ത പ്രവൃത്തിയും ഉപേക്ഷിക്കാൻ തയ്യാറില്ലാത്തവൻ പട്ടിണി എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അള്ളാഹ്ക്ക് ആവശ്യമില്ല എന്നാണ്. അവൻ ഭക്ഷണവും പാനീയങ്ങളും ഒന്നും ഉപേക്ഷിക്കുന്നതിന് അള്ളാഹുവിന് ആവശ്യമില്ല എന്ന് തന്നെ പറഞ്ഞത്. അപ്പോൾ അത്രമാത്രം ഗൗരവതരമാണ് നമ്മുടെ നാവ്. ആ നാവിൻ്റെ നിയന്ത്രണം നമ്മുടെ കയ്യിലില്ലാതെ പോയാൽ നമ്മുടെ നോമ്പ് അതിൻ്റെ പ്രതിഫലാർഹമല്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് നാം ശ്രദ്ധിക്കണം. ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുക എന്നതിനപ്പുറം ചെയ്യുന്നത് നിഷ്കളങ്കമായ, ആത്മാർത്ഥമായ, കുറ്റമറ്റ രീതിയിലുള്ള ഇതായിരിക്കണം എന്നതാണ് റമളാൻ നൽകുന്ന സന്ദേശം. കുറേ ചെയ്തു കൂട്ടുക എന്നുള്ളതിനപ്പുറം അതാണ്. ആത്മാർത്ഥതയോടെ, വളരെ നല്ല നിയ്യത്തോടെ, നിഷ്കളങ്കമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാണ് അള്ളാഹിൻ്റെ അടുത്ത് സ്ഥാനമുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണോ എന്ന് നമ്മൾ ആലോചിക്കുകയും അല്ല എങ്കിൽ അതിൽ തിരുത്തലുകൾ വരുത്താൻ നാം തയ്യാറാവുകയും ചെയ്യുമ്പോഴാണ് ഈ റമളാൻ ഫലപ്രദമായി എന്ന് നമുക്ക് സമാധാനിക്കാൻ ഒക്കൂ. നോക്കൂ, വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു വചനം, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നമ്മുടെ ഹൃദയത്തെ ആണ് ഇവിടെ ഖുർആൻ ചിത്രീകരിക്കുന്നത്. സമ്പത്തും സന്താനങ്ങളും ഒന്നും ഉപകരിക്കാത്തൊരു ദിവസം, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, ഒരു ദിവസം അന്ന് സമ്പത്തും സന്താനങ്ങളും ഒന്നും ഉപകരിക്കില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, അകളങ്കമായ ഒരു ഹൃദയവുമായി അള്ളാഹുവിനെ സമീപിച്ചവർക്ക് മാത്രമേ അന്ന് രക്ഷയുള്ളൂ എന്നാണ്. അപ്പോൾ നമ്മളെ ഹൃദയം കളങ്കമറ്റ ഹൃദയത്തിൻ്റെ ഉടമകളായി മാറ്റുക എന്നതാണ് റമളാനിലൂടെ അള്ളാഹു നമ്മെ ട്രെയിൻ ചെയ്തെടുക്കുന്നത്. ശരിക്കും റമളാൻ ഒരു ട്രെയിനിങ് ആണ്, ഒരു വാർഷിക ട്രെയിനിങ്. അധ്യാപകരൊക്കെ കണ്ടിട്ടില്ലേ, വർഷത്തിലൊരിക്കൽ ഇങ്ങനെ ഗവൺമെൻറ് ട്രെയിൻ ചെയ്ത് അവരെ ഒന്നും കൂടി ഫ്രഷ് ചെയ്തിട്ടാണല്ലോ രണ്ടാമത് ഇറക്കുന്നത് അല്ലേ. അടുത്ത അധ്യയന വർഷം വരുന്നതിന് മുമ്പ് വെക്കേഷനിൽ നല്ല ട്രെയിനിങ് കൊടുക്കും. ഇനി കമ്പനികളൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെ, അവരുടെ കമ്പനിയിലെ ഉദ്യോഗസ്ഥർക്കൊക്കെ പ്രത്യേക കോച്ചിങ് നൽകിയിട്ടാണ് അവരെ തുടർന്നുള്ള വർഷത്തേക്ക് ഗോതയിലിറക്കുന്നത്. എന്നാൽ അള്ളാഹു തന്നെയാണ് നമ്മളെ വർഷത്തിലൊരിക്കൽ ട്രെയിൻ ചെയ്യുകയാണ്. വല്ലാത്തൊരു ട്രെയിനിങ്ങാണ് അള്ളാഹ് നൽകുന്നത്. അത് വരുന്ന 11 മാസക്കാലത്തേക്കുള്ള ഒരു നല്ല കഠിനമായ ട്രെയിനിങ് തന്നെയാണ്. പട്ടാളക്കാർക്കൊക്കെ കൊടുക്കുന്ന പട്ടാള ചിട്ട പോലുള്ളൊരു ട്രെയിനിങ് ആണ് എന്ത് ചെയ്യുന്നത്, റമളാനിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്നത്. ആ ട്രെയിനിങ്ങിൽ വിജയികളായി കഴിഞ്ഞാൽ അടുത്ത 11 മാസക്കാലം നമ്മുടെ ജീവിതത്തിൽ ആ ട്രെയിനിങ് ഫലപ്രദമാകും. അപ്പോൾ അത് റമളാൻ, ആ നിലയ്ക്ക് റമളാനെ നമ്മൾ പഠിച്ചു നോക്കിയാലാണ് റമളാൻ എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ ശരിക്കും അതിൻ്റെ സ്വാധീനം മറ്റ് കാലങ്ങളിലേക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ഒന്നാമത്തെ ഇതെന്താണ്, നമ്മൾ ഖൽബ് സലീമാകണം എന്നുള്ളതാണ്. ഹൃദയം വളരെ കളങ്കമറ്റ, അകളങ്കമായ, നിഷ്കളങ്കമായ ഹൃദയവുമായി അള്ളാഹുവിനെ സമീപിക്കാൻ കഴിയണം. അതിനാണ് റമളാൻ നമുക്ക് നൽകിയിരിക്കുന്നത്. കനിഞ്ഞേകിയ ഒരു മഹത്തായ മാസദിന. അപ്പോൾ ആ ട്രെയിനിങ് വല്ലാത്തൊരു ട്രെയിനിങ്ങാണ്, നമ്മളെ മനസ്സിനെ സംസ്കരിച്ചെടുക്കുക എന്നുള്ളത്. അതെങ്ങനെ കഴിയും? റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, ഇതിൻ്റെ വിശദീകരണം വിശുദ്ധ ഹദീസുകളിൽ കാണാൻ കഴിയും. റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, അല, നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുള്ള ഹദീസാണ്, വൈന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സ്വലഹത്ത് സ്വലഹൽ ജസദു കുല്ലുഹു വൈദാ ഫസദത്ത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. എല്ലാ പ്രസംഗങ്ങളിലും വരുന്നൊരു ഭാഗമാണ്. പക്ഷെ നമ്മളെ വിഷയത്തോട് ചേർത്തൊന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ. ഖൽബ് സലീമാവണം എന്നുള്ളതിന് വിശദീകരണം പറഞ്ഞാണ്. നിങ്ങളുടെ ശരീരത്തിൽ ഒരു മുതുകത്തുണ്ട്, ഒരു മാംസപിണ്ഡമുണ്ട്. അതെങ്ങാനും നന്നായാൽ ശരീരം മുഴുവനും നന്നായി. അത് മോശമായാലോ ഫസാദായാലോ ശരീരം മുഴുവനും ഫസാദാവും. അലാ വഹിയൽ ഖൽബ്, അതാണ് ഹൃദയം എന്ന്. അപ്പോൾ നമ്മളെ ഹൃദയം എത്ര കണ്ട് കളങ്കമറ്റതാണോ അതിനനുസരിച്ചാണ് നമ്മുടെ ഇബാദത്തുകളൊക്കെ അള്ളാഹിൻ്റെ അടുത്തേക്ക് സ്വീകാര്യയോഗ്യമാവുക. അപ്പോൾ ഹൃദയം നന്നാക്കുക എന്നുള്ളത് തന്നെയാണ്
റമളാൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. എങ്ങനെ ചെയ്യാൻ കഴിയും? റമളാനിന് മുമ്പ് വീടും പരിസരവും പള്ളിയും ഒക്കെ വൃത്തിയാക്കുന്നുണ്ട് അല്ലേ? അതിലേറെ ശ്രദ്ധയോടെ നമ്മുടെ ഹൃദയം വൃത്തിയാക്കണം. പള്ളിയൊക്കെ പുറത്തുള്ള മോടി പിടിപ്പിക്കലിനേക്കാൾ നമ്മുടെ ഹൃദയത്തെ ക്ലീൻ ചെയ്യാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ തഖ്വയുടെ ഉറവിടം ഹൃദയമാണല്ലോ. റസൂലുള്ളാഹി അത് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. എത്ര ആശയതലമുള്ളൊരു പ്രയോഗമാണ് റസൂൽ അവിടെ നടത്തി. നോക്കൂ, അള്ളാഹു നിങ്ങളുടെ ശരീരങ്ങളിലേക്കും നിങ്ങളുടെ രൂപഭാവങ്ങളിലേക്കും ഒന്നുമല്ല നോക്കുന്നത്. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾ. ചില ഹദീസിൽ അങ്ങനെ ഉണ്ട്. ഇതിപ്പോൾ സഹിഹായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ് ആ ഭാഗം ഇങ്ങനെയുള്ളൂ, നിങ്ങളുടെ ഖുലൂബിലേക്കാണ് നോക്കുന്നത്. അപ്പോൾ ഹൃദയമാണ് നമ്മുടെ എല്ലാ അഅ്മാലുകളെയും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യോഗ്യമാക്കുന്ന കേന്ദ്രം. അപ്പോൾ ഹൃദയം നന്നായില്ലെങ്കിൽ ഹൃദയത്തിൽ പലതും വെച്ചുകൊണ്ട് നമ്മൾ അഅ്മാലുകൾ ചെയ്ത അഅ്മാലുകളൊന്നും തഖ്വയോടെ ആകില്ല. പൂർണ്ണമായ തഖ്വ കൈവരിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം അകളങ്കമായിരിക്കണം. അതാണ് ആ ഹദീസ് നമ്മോട് പഠിപ്പിക്കുന്ന അതാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി മറ്റൊരിക്കൽ പറഞ്ഞു, ലാ തബാഗലു വലാ തഹാസദു വലാ തദാബറു വകൂനു ഇബാദല്ലാഹി ഇഖ്വാന വലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക സലാസ്. എന്താണ് പറഞ്ഞത് നോക്കൂ. ലാ തബാഗലു, നിങ്ങൾ പരസ്പരം കോപം വെച്ച് നടക്കരുത്. പുകഴ്ന്ന് പറഞ്ഞാൽ കോപം, അങ്ങോട്ടും ഇങ്ങോട്ടും കോപം വെച്ച് നടക്കരുത്. വലാ തഹാസദു, നിങ്ങൾ അസൂയ വെക്കരുത് പരസ്പരം. വലാ തദാബറു, നിങ്ങൾ പരസ്പരം പിണങ്ങരുത്. വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, അള്ളാഹുവിൻ്റെ ദാസന്മാരെ നിങ്ങൾ ഏകോദര സഹോദരങ്ങളായി മാറൂ. എന്നിട്ട് പറയുന്നു, വലാ യഹില്ലു ലി മുസ്ലിമിൻ, ഒരു മുസ്ലിമിനും അനുയോജ്യമല്ല അൻ യഹ്ജുറ അഖാഹു, തൻ്റെ സഹോദരനുമായി പിണങ്ങാൻ ഫൗക സലാസിൻ, 3 ദിവസത്തിലധികം പിണക്കുണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ അങ്ങനത്തെ വീഴ്ചകൾ വരാറുണ്ടോ? അല്ലെങ്കിൽ ആരോടെങ്കിലും വിദ്വേഷമോ വെറുപ്പോ പിണക്കമോ അകൽച്ചയോ നമ്മുടെ മനസ്സിലുണ്ടോ? ഹസദുണ്ടോ? ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഹൃദയം അകളങ്കമായിട്ടില്ല, ഖൽബുൻ സലീമായിട്ടില്ല. അപ്പോൾ ഖൽബുൻ സലീമാകാനുള്ള മാർഗ്ഗമാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ഇതൊക്കെ കണ്ട് ഒഴിവാക്കി വെച്ചേക്കൂ. ഇതൊക്കെ കണ്ട് എടുത്ത് വലിച്ചെറിഞ്ഞാൽ, മനസ്സിന് വലിച്ചെറിഞ്ഞാൽ നല്ല ശുദ്ധമായ ഹൃദയമാവും. ഒന്നെന്താ, പരസ്പരം വെറുപ്പും വിദ്വേഷവും കോപവും ഒക്കെ ആയിട്ട് ഇതെല്ലാ രംഗങ്ങളിലേക്കും, കുടുംബജീവിതം തൊട്ട് സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും നമ്മൾക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നിർദ്ദേശമാണ്. ഈ നിർദ്ദേശം നമ്മുടെ ജീവിതത്തിൽ എങ്ങാനും പ്രാവർത്തികമായിട്ടുണ്ടെങ്കിൽ നമ്മൾ റമളാനിൽ A+ കിട്ടും, യാതൊരു സംശയമില്ല. ഏത് ദബറ എന്ന് പറഞ്ഞാൽ ശരിക്ക് പിന്ന് കാണിച്ചു എന്നാണ്. ദുബുർ എന്ന് പറഞ്ഞാൽ പിൻഭാഗം എന്നാണ്. അപ്പോൾ രണ്ടാളും പിൻഭാഗം കാണിച്ചു എന്ന് പറഞ്ഞാൽ പിണങ്ങിപ്പോകുന്നതിനാണ്. ഇങ്ങനെയല്ലേ സ്നേഹം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ. ഹജറ എന്ന് പറഞ്ഞാൽ വെടിഞ്ഞു ഇത് ചെയ്തു നോക്കുകയാണ്. ഒരാളെ മറ്റാൾ ഉപേക്ഷിച്ച് പോണീന് ഹജറ എന്ന് പറയും. അതേമാതിരി പിണങ്ങിപ്പോകുന്നതിനൊക്കെ പറയും. ഇത് പരസ്പരം വെറുപ്പോടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്ന രംഗം. രണ്ടും ഏതാണ്ട് ആശയങ്ങളിൽ പരസ്പര ബന്ധമുണ്ട്. പക്ഷേ ഇത് ഒരു സഹോദരനെ 3 ദിവസം വിട്ടു നിൽക്കുകയാണ്. അതാണ് ഹജറ ഇവിടെ പറഞ്ഞത്. 3 ദിവസം അവനുമായിട്ട് പിണക്കമുണ്ടായിട്ട് പിന്നെ അവനായിട്ട് ബന്ധപ്പെടാതെ ഇരിക്കുന്ന അവസ്ഥ. അതിന് 3 ദിവസം ഒരു പരിധി നിശ്ചയിച്ചിരിക്കുകയാണ്. 3-ലധികം ദിവസങ്ങൾ പിണങ്ങാൻ പാടില്ല എന്നാണ്. ചിലപ്പോൾ മാനുഷികമാണ്, പിണക്കും വെറുപ്പും ഒക്കെ വരും. മനുഷ്യൻ തെറ്റുകളുടെ തോഴനാണ്. മനുഷ്യൻ്റെ അടുത്ത് അബദ്ധം പറ്റും. മനുഷ്യൻ്റെ സ്വഭാവമാണത്, മൃഗങ്ങൾക്കില്ലാത്ത സ്വഭാവമാണുള്ളത്. അപ്പോൾ അതുണ്ടായിക്കോട്ടെ, അത് 3 ദിവസത്തേക്ക് വരെ നിങ്ങൾക്ക് അനുവാദമുണ്ട്. ഒരു 3 ദിവസത്തിലധികം പോകാൻ പറ്റില്ല. നിങ്ങൾ ഒരുത്തനായിട്ട് പിണക്കോ വെറുപ്പോ അകൽച്ചയോ ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ നമ്മളെ സമൂഹം ഇങ്ങനെ എടുത്തു നോക്കിയാൽ എന്താണ്, വാപ്പയും മോനും തമ്മിലുള്ള പിണക്കം അല്ലേ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പിണക്കം കാലങ്ങളോളം നിലനിന്നിട്ട് കുടുംബജീവിതം തകരുന്നു. സഹോദരനും സഹോദരിയും തമ്മിൽ അകന്നിട്ട് അല്ലേ, എന്തായിരിക്കും പ്രശ്നം? എന്തായിരിക്കും എന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ വളരെ ചെറുതായിരിക്കും. ചെറിയൊരു പ്രശ്നത്തിനായിരിക്കും തുടങ്ങും. ചിലപ്പോൾ ഒരു സ്വത്ത് തർക്കമായിരിക്കും. വാപ്പ മരിച്ചപ്പോൾ സ്വത്ത് ഓഹരി ചെയ്തതിൽ എന്തോ കുറച്ച് എനിക്ക് പോരായിട്ടുണ്ടെന്നൊരു തോന്നൽ ഒരാൾക്കുണ്ടായി.
അത് മറ്റാളോട് അയാൾ പറഞ്ഞു, നീ കൂടുതലെടുത്ത് എനിക്ക് പോരായി വന്നു, പ്രശ്നമായി. പിന്നെന്ത് ചെയ്യാണ്? കാലങ്ങളോളം കൊല്ലങ്ങളോളം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ബന്ധവുമില്ലാതെ നിൽക്കുകയാണ്. എന്തിനു വേണ്ടി? ദുന്യാവിന് വേണ്ടി. പരലോകബോധവും ചിന്തയും. ഒരു റമളാൻ ആഗതമാകുമ്പോൾ എൻ്റെ മനസ്സ് ഇങ്ങനെ ആയിക്കൂടാ എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ അത് നീണ്ടുപോകാൻ കഴിയുമോ? നീണ്ടുപോകാൻ കഴിയില്ല. ആ സഹോദരനെ കണ്ട് തീർക്കണം. ഇനിയല്ല, സഹോദരന് അങ്ങോട്ടും അത് ചെയ്യാം. പെങ്ങൾ പിണങ്ങിയത് സ്വത്ത് കൊടുത്തിലുള്ള കുറച്ച് പോരായിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്വത്തായിട്ട് കൊടുത്താലും വേണ്ടിയില്ല, എന്നാലും എൻ്റെ പരലോകം നഷ്ടപ്പെടരുത് എന്ന ബോധം സഹോദരനുണ്ടാവണം. അങ്ങനെ വന്നാൽ ശരിക്ക് ഹൃദയത്തെ ക്ലീൻ ചെയ്യാനുള്ള ഈ മാർഗങ്ങൾ, റസൂലുള്ളാഹി പറഞ്ഞ ഈ മാർഗങ്ങൾ ഇതാണ്ട് അവലംബിച്ചാൽ പരസ്പരം ബോധ് കൈവിടുക, ഹസദില്ലാതിരിക്കുക, പരസ്പര പിണക്കവും അകൽച്ചയും ഇല്ലാതിരിക്കുക, ഏകോദര സഹോദരങ്ങളാണെന്നുള്ള ബോധം എപ്പോഴും ഉണ്ടാവുക. അതുണ്ടായാൽ ഫലപ്രദമായ റമളാനാവും. അപ്പോൾ അങ്ങനെ ഉണ്ടോയെന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഉണ്ടെങ്കിൽ നമ്മുടെ ഇടയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അങ്ങനത്തെ അകൽച്ചകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ ഈ റമളാൻ കാരണമായി വരേണ്ടത്. റമളാനാണ് വരുന്നത്. ഇനി അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൂടാ. ഞാൻ വീടൊക്കെ ക്ലീൻ ആക്കിയിരിക്കുന്നത്, പള്ളി ഒക്കെ നല്ല നീറ്റാക്കിയിരിക്കുന്നത് ഞങ്ങൾ, അല്ലേ? റമളാനെ സ്വീകരിക്കാൻ എല്ലാം ഒരുങ്ങിയിട്ടുണ്ട്, മനസ്സ് ക്ലീൻ ആക്കിയിട്ടില്ല. ആദ്യം അടിച്ചു വാരേണ്ടത്, ആദ്യം ക്ലീൻ ചെയ്യേണ്ടത്, ആദ്യം പെയിൻറ്റ് ചെയ്യേണ്ടത് എവിടെയാണ്? ഹൃദയത്തിനാണ്. ഹൃദയത്തിൽ നല്ലൊരു ക്ലീനിങ് നടത്തിയ ശേഷം ഇതൊക്കെ ചെയ്തിട്ട് കാര്യമുള്ളൂ. മറ്റേ കാണാൻ ഭംഗിയുണ്ടെന്നല്ലാതെ ഒരു കാര്യവും കൊണ്ടില്ല. അതുകൊണ്ട് അവിടേക്ക് വരണം. അതാണ് ഹൃദയം നന്നാവാൻ നമ്മൾ തന്നെ വിചാരിച്ചാലേ നടക്കുള്ളൂ. വേറെ ആർക്കെങ്കിലും ഹൃദയം നന്നാക്കാൻ പറ്റുമോ? പള്ളി ക്ലീനാക്കാൻ നമുക്ക് ആളെ വിളിച്ച് ക്ലീനാക്കിക്കാം. ഹൃദയം നന്നാകണം എന്ത് വേണം? നമ്മൾ തന്നെ വിചാരിക്കണം. അത് റസൂൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഖുർആൻ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു സമൂഹത്തെ അള്ളാഹ് മാറ്റൂല എന്നാ. ആ പടച്ചോൻ എങ്ങനെ ആക്കിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സമൂഹത്തെ അള്ളാഹു മാറ്റില്ല. ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അവർ സ്വയം മാറ്റത്തിന് വിധേയരാകാതെ. അപ്പം നമ്മൾ മാറാൻ നമ്മൾ തയ്യാറാവണം. എന്താണ് എൻ്റെ വീഴ്ച എന്ന് കണ്ടെത്തിയിട്ട് ആ വീഴ്ചകൾ പരിഹരിക്കാൻ, ആ വീഴ്ചകൾ ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമം നടത്തിയെങ്കിൽ മാത്രമേ റമളാൻ സ്വീകരിക്കുന്നത് സന്തോഷപൂർവമായ സ്വീകാര്യതയാകുള്ളൂ. അപ്പം അതിൽ വേണ്ടത് വിട്ടുവീഴ്ച മനസ്ഥിതിയാണെന്നാണ്. റസൂലുള്ളാഹി വിട്ടുവീഴ്ച മനസ്ഥിതിക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്തിരുന്നു. അൽ അഫു ഇൻദൽ മഖ്ദുറ എന്നാണ് അതിന് പറയാം. കഴിവുണ്ടായിട്ട് വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളതാണ് അഫു. വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ അതാണ്. ഓൻ എന്നോട് അങ്ങനെ ചെയ്തില്ലേ, അതിന് പകരം അങ്ങനെ ചെയ്യണം എന്നുള്ള ആ ചിന്താഗതി വിട്ടിട്ട്, അതെ അവനോട് പകരം ചെയ്യാൻ എനിക്ക് കഴിയും, പക്ഷെ ഞാൻ ചെയ്യുന്നില്ല, അത് ചെയ്യാതെ അതിൽ നിന്ന് മാറി നിൽക്കാൻ അവൻ ശ്രമിക്കുന്നു. അതാണ് ശരിയായ വിട്ടുവീഴ്ച. അതാണ്. അല്ലാതെ അങ്ങോട്ട് തിരിച്ച് ചെയ്യാൻ കഴിയാത്ത സമയത്ത് ഞാൻ വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു വിട്ടുവീഴ്ചയല്ല. തിരിച്ച് ചെയ്യാൻ പ്രാപ്തി ഉണ്ടായിരിക്കെ അത് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാന്നുള്ളതാണ് വിജയം. ആണ് റസൂലുള്ളാഹിയുടെ ഒരു പ്രാർത്ഥന നോക്കൂ. റസൂലുള്ളാഹി നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള, നിങ്ങൾ ദുആ ചെയ്യാറുള്ള പ്രാർത്ഥനയായിരിക്കും, പക്ഷേ ആ പ്രാർത്ഥനയുടെ ആശയം നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ. അഫുവിനെയും ആഫിയത്തിനെയും ഞാൻ റബ്ബേ നിന്നോട് ചോദിക്കുന്നു. അഫു എന്ന് പറഞ്ഞാൽ ഇവിടെ വിട്ടുവീഴ്ചയാണ്. ആ വിട്ടുവീഴ്ച മനസ്ഥിതിയാണ് അഫു. അഫുവിനെ ചോദിക്കുന്നു. അഫു ഉണ്ടായില്ലെങ്കിൽ രക്ഷയില്ല. എന്നിട്ടേ ആഫിയത്ത് ഉണ്ടായിട്ട് കാര്യമുള്ളൂ. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ സൗഖ്യം, സുഖസൗഖ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വിട്ടുവീഴ്ച മനസ്ഥിതി എനിക്കില്ലെങ്കിൽ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി അങ്ങനെ ചോദിക്കാൻ പറഞ്ഞത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫി ദുനിയ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും. പിന്നെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫി ദീനി വ ദുനിയായ. ദീനിലും ദുനിയാവിലും അഫ്വ് വേണം. പിന്നെ വാഹ്ലി വ മാലി. എൻ്റെ അഹ്ലിലും മാലിലും ഒക്കെ എല്ലാ രംഗവും അവരൊറ്റ ചെറിയൊരു ദുആയിൽ എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു റസൂലുള്ളാഹി. ഇതിലൊക്കെ നമ്മൾ വിട്ടുവീഴ്ച മനസ്ഥിതി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഹൃദയം നന്നാവും. എവിടേക്കാ നോക്കും നിങ്ങൾ? ഒന്ന് ദുനിയാവിലും ആഖിറത്തിലും എന്ന് പറഞ്ഞേ. ദുനിയാവിൽ വിട്ടുവീഴ്ച മനസ്ഥിതി ഉണ്ടാകുമ്പോഴേ എന്നോട് വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്ന അവസ്ഥ ആഖിറത്തിൽ ഉണ്ടാവുള്ളൂ. അള്ളാഹ് എനിക്ക് അഫ്വ് തരണ്ടേ? അള്ളാഹ് അഫ്വ് തരണമെങ്കിൽ ഞാൻ അഫ്വ് കൊടുക്കേണ്ടവർക്ക് അഫ്വ് കൊടുക്കണം. അപ്പോഴേ ആഖിറത്തിൽ എനിക്ക് അഫ്വ് ഉണ്ടാവുള്ളൂ. അതാണ് ദുനിയാവിലും ആഖിറത്തിലും തന്നെ. ദീനി വ ദുനിയായ. ദീനിൽ അഫ്വും ആഫിയത്തും വേണം, ദീനിലും ദുനിയാവിലും, അല്ലേ?
ദീനിൽ എന്ന് പറഞ്ഞാൽ ദീനിലും ചില വിട്ടുവീഴ്ചകൾ വേണം അല്ലേ? മതപരമായ ആരാധനാ കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നിടത്ത് ചിലപ്പോൾ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും അല്ലേ? അടുത്ത് നിൽക്കുന്നവൻ്റെ ഷെറ് നമ്മൾ സഹിക്കേണ്ടി വരും നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അല്ലേ? അവിടെ നമുക്ക് വിട്ടുവീഴ്ച മനസ്ഥിതി വേണം. നിസ്കരിക്കുമ്പോൾ ഒരുത്തൻ കാലായിട്ടും കൂടി ചവിട്ടി നമ്മൾ തിരിച്ച് ചവിട്ടാൻ പറ്റുമോ? ഇപ്പോൾ ഒരു ചവിട്ടിക്കളില്ലേ, ആ ചവിട്ടിക്കളിയിൽ പലപ്പോഴും നമുക്ക് തോന്നാറില്ലേ തിരിച്ചൊന്ന് അങ്ങോട്ടും കൊടുത്താലോ എന്ന്? കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ? അഫു വേണം. അവിടെ നമ്മളെ മനസ്സ് അവിടെ വിശാലാവേണ്ടത്. പലപ്പോഴും തോന്നാറുണ്ട്, ചെറിയ കുട്ടികളൊക്കെ ആയിരിക്കും നമ്മളോട് വന്നിട്ട് നമ്മൾ കാലിൽ ചവിട്ടിയിട്ട് ഇത് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ മനസ്സിൽ തോന്നുന്ന ഒരു തോന്നലാണ് എന്തൊരു കഷ്ടാണ്, തിരിച്ച് കൊടുത്താലോ തോന്നാറുണ്ട്. പക്ഷേ കൊടുക്കാൻ പറ്റുമോ? ഇല്ല, നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം അഫു വേണം നമുക്ക്. ഇനി ഹജ്ജും മറ്റുള്ളവർക്കൊക്കെ എടുത്തു നോക്കിയാൽ പറയും വേണ്ട, ഈ രംഗം വളരെ ഗൗരവതരാണ് അല്ലേ? എന്തെല്ലാം അനുഭവിക്കേണ്ടി വരും ഹജ്ജിലും ഉംറയിലും ഒക്കെ പോകുമ്പോൾ. ചവിട്ട് മാത്രമല്ല, ഉന്തും തള്ളും തിരക്കും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ തിരിച്ചങ്ങോട്ട് കൊടുക്കുന്ന ഒരു മനസ്ഥിതി ഉണ്ടായാൽ പോയി, മനസ്സ് ക്ലീനായിട്ടില്ല മനസ്സ്. അപ്പം മനസ്സ് അങ്ങനെ ക്ലീനാകാൻ കഴിയണം. അങ്ങനത്തെ രംഗത്തൊക്കെ നമുക്ക് പിടിച്ചിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് നല്ല സംശയം അല്ല. കൈകൊണ്ട് തടയുന്ന ഈ വിഷയമല്ല അത് നിങ്ങൾ ഇബാദത്തുകളിലുള്ള വിഷയമല്ല. അത് ചില അല്ലേ അങ്ങനത്തെ രംഗങ്ങളാണല്ലോ. മുങ്കറാണ് അല്ല, മുങ്കറാണെന്ന് മാത്രമല്ല, ഇത് മുങ്കർ തന്നെയാണ്. നിങ്ങൾ പറയുന്ന മുങ്കറിലേക്ക് ഇതും ചേർത്ത് വായിക്കാൻ മൂപ്പർക്ക് വേണമെങ്കിൽ. പക്ഷേ ഈ മുങ്കർ എന്നത് നമ്മൾ ഇബാദത്തുകളുടെ ദീനി എന്ന് പറഞ്ഞില്ലേ, ദീനിലേക്ക് നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ദീനി കാര്യങ്ങളിൽ അത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെയൊക്കെ അഫൂ ചെയ്യാൻ നമ്മുടെ മനസ്സ് സന്നദ്ധമാവണം. ആ ദീനിലും കൂടി അങ്ങനെ വേണമെന്നാണ് റസൂലുള്ളാഹി ദുആ ചെയ്തത്. പിന്നെ ദുനിയാവിൽ പറഞ്ഞാണ് നിങ്ങൾ പറഞ്ഞത്. അവിടെ ചിലയിടത്ത് നമ്മൾ ശക്തി ഉപയോഗിക്കേണ്ടടുത്ത് ഉപയോഗിക്കേണ്ടതുണ്ട്. അത് മറ്റു വിഷയമാണ്. അത് ഇതുമായിട്ട് ബന്ധമില്ല. അത് മുങ്കർ തടയാൻ നമുക്ക് കഴിയുമെങ്കിൽ തടയേണ്ട ചില രംഗങ്ങളുണ്ട്. അതാണ് വിട്ടുവീഴ്ച പറഞ്ഞാൽ അള്ളാഹു നമുക്ക് വിട്ടുവീഴ്ച ചെയ്യണം. അഫുവിനല്ലേ നമ്മൾ ചോദിക്കുന്നത്. അഫു ഇവിടുന്ന് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുന്നതായിരിക്കും നമുക്ക് തിരിച്ച് വിട്ടുവീഴ്ച കിട്ടണം. അഫുല്ല ആണ് ലക്ഷ്യം. അപ്പോൾ ആഖിറത്തിൽ അള്ളാഹിൻ്റെ അഫു നമുക്ക് കിട്ടണം. അഫു കിട്ടണമെങ്കിൽ നമ്മളിവിടെ അഫു ചെയ്തവരാകണം. അല്ല, അഫു എന്തൽ മഖ്ദൂറാന്ന് ഞാൻ പറഞ്ഞല്ലോ. അല്ല, ആഖിറത്തിൽ നമുക്ക് വിട്ടുവീഴ്ച ലഭിക്കണം. വിട്ടുവീഴ്ചയെ ഞാൻ ചോദിക്കുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. ചോദ്യത്തിൽ എനിക്ക് ആരാ വിടുന്നതെന്ന് പറഞ്ഞിട്ടില്ല. വിട്ടുവീഴ്ചയെ ചോദിക്കുന്നു. വിട്ടുവീഴ്ച എവിടേക്കാകാം? എൻ്റെ അടുത്ത് അങ്ങോട്ടുള്ളതാകാം, ഇനി തിരിച്ചിങ്ങോട്ടും കിട്ടുന്നതാകാം. ചിലപ്പോൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും വീഴ്ച വന്നിട്ട് ദുനിയാവിൽ തന്നെ മറ്റുള്ളവർ എനിക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നതും അതിലുൾപ്പെടും. അങ്ങനെ ഉണ്ടാവാമല്ലോ. ചിലയിടത്ത് നമ്മളല്ല വിട്ടുവീഴ്ച ചെയ്യേണ്ടത് വേറൊരാളായിരിക്കും. കാരണം നമ്മളടുത്ത് അറിയാതെ പറ്റിപ്പോയതായിരിക്കും. അപ്പോൾ അവിടെയും എനിക്ക് അഫു കിട്ടണം. ആ അഫു ഒക്കെ ഉൾക്കൊള്ളുന്നു എന്നർത്ഥം. സാധാരണ നമ്മൾ വിട്ടുവീഴ്ചക്ക് വേണ്ടി ആവശ്യപ്പെടൽ മരിച്ച് മയ്യത്തിങ്ങനെ അവിടെ വെച്ചിട്ടില്ലേ പറയും അല്ലേ, ഉപ്പ ജീവിതത്തിൽ ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ ഇവിടെ വെച്ച് പുറത്തു തരണം എന്നാവശ്യപ്പെടും. എന്താ ജീവിതകാലത്ത് അത് പുറത്തു തരാൻ ആഗ്രഹിക്കേണ്ടതല്ലേ? മരിച്ചിട്ട് അങ്ങനെ നമ്മൾ എന്നെക്കുറിച്ച് പറയണമെന്നല്ലല്ലോ ഒരാൾ ആഗ്രഹിക്കേണ്ടത്. മരിക്കുന്നതിന് മുമ്പ് തന്നെ അത് ആരോടൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്തുകൊണ്ടാണ് പോയാൽ എന്തൊരു സുഖമാണ്. പിന്നെ ആൾ പറഞ്ഞിട്ടല്ലേ, ഞാൻ പറയാം, നമ്മളങ്ങനെ ആലോചിക്കേണ്ടതല്ലേ. നമ്മളിപ്പോൾ സാധാരണ കണ്ടുവരുന്ന ഒരു രംഗം അതാണ്. അപ്പോൾ അവിടെ നമ്മളെക്കുറിച്ചെങ്കിലും അങ്ങനെ പറയേണ്ടതില്ല. അദ്ദേഹം അത്രയും പ്യുവറായിരുന്നു എന്ന് സമൂഹം പറയാൻ പറ്റിയ രൂപത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിയും. അങ്ങനെ ഒരാവശ്യമില്ല. അല്ല, അങ്ങനെ ഒരു ചര്യ റസൂലിൻ്റെ ചര്യ അല്ല അത്. അതിപ്പോൾ നമ്മളെ നാട്ടിൽ എല്ലാവരും ഇതെങ്കിലും ഇപ്പോൾ അവിടെ ഒരു വലിയ വാളായിരിക്കുന്നത് മയ്യത്തിൻ്റെ നീണ്ട വാളിൻ്റെ രംഗമായിരിക്കുന്നത്. ചിലയിടത്ത് മാത്രമല്ല, ദീർഘമായ ഒരു ആയത്തൊക്കെ ഓതി പ്രസംഗിക്കണ മുസ്ലിംമാരെയൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് ഇസ്ലാമികമല്ല. ഏതായാലും നമ്മളെ വിഷയം അങ്ങോട്ട് വഴി തിരിഞ്ഞു പോകേണ്ടതില്ല. ഇനി വേറെന്നുള്ളത് ഈഗോ ഒഴിവാക്കുക എന്നുള്ളതാണ്. പകയും വിദ്വേഷവും അവസാനിപ്പിക്കുക. നമ്മളീ പറഞ്ഞതിൻ്റെ തൊട്ട് ചേർന്ന് വായിക്കേണ്ട ഒന്നാണ് മാത്രം. അത് റസൂലുള്ളാഹി പറഞ്ഞ ഒരു ഹദീസ് ആ വിഷയത്തിൽ നമുക്ക് വായിച്ചെടുക്കുന്നത് ഇങ്ങനെയാണ്: തുഫ്തഹു അബ്വാബുൽ ജന്ന യൗമൽ ഇത്നൈൻ. തിങ്കളാഴ്ച സ്വർഗ കവാടങ്ങളൊക്കെ തുറക്കപ്പെടുന്നു.
ഓ യൗമൽ ഖമീസ്, വ്യാഴാഴ്ച ദിവസവും സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കുന്ന പറഞ്ഞ്. ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ഷൈഅ, അള്ളാഹുവിൽ ശിർക്ക് വെച്ചിട്ടില്ലാത്ത എല്ലാവർക്കും അള്ളാഹ് അന്ന് പുറത്തു കൊടുക്കും അത്രേ. ഇല്ലാ റജുലൻ, എന്നിട്ട് റസൂലുള്ള പറയാണ് ഒരാൾ മാത്രം, കാനത്ത് ബൈനഹു വ ബൈന അഖീഹി ഷഹ്ന, അവനും അവൻ്റെ സഹോദരനും തമ്മിൽ വിദ്വേഷമുണ്ട്, പകയുണ്ട്, അങ്ങനെയുള്ള ഒരുത്തൻ. ഫയുഖാലു, അപ്പോൾ പറയപ്പെടും അന്ദിറു ഹാദൈൻ, ഇവർ രണ്ടാളെയും അവിടെ മാറ്റിവെക്കുമെന്ന് പറയും, ഇവർ രണ്ടാളെ പ്രശ്നം അവിടെ മാറ്റിവെക്കുമെന്ന് പറയും അള്ളാഹ്. ഹത്താ യസ്തലിഹ, അവരൊന്ന് സുൽഹായി വരട്ടെ, അവർ നന്നാവട്ടെ, എന്നിട്ട് മതി അവരിത് പുറത്തു കൊടുക്കലെന്ന് പറയുന്ന. അന്ദിറു ഹാദൈൻ ഹത്താ യസ്തലിഹ, അന്ദിറു ഹാദൈൻ ഹത്താ യസ്തലിഹ. 3 പ്രാവശ്യം റസൂലുള്ളാഹി അത് ആവർത്തിച്ചു പറഞ്ഞു. ഇങ്ങനെ അവർ രണ്ടുപേരെയും അവിടെ മാറ്റിവെക്കാൻ പറയുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ പാപമോചനം ലഭിക്കാൻ, അള്ളാഹു പുറത്തു കൊടുക്കാൻ സ്വർഗ്ഗ കവാടങ്ങൾ തുറന്നു വെക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകാൻ ഇവർക്ക് വഴിയൊരുക്കുകയാണ് എന്നാണ് ആ പറഞ്ഞത്. ഇവരെ എല്ലാവരെയും അവരെ പാപങ്ങളൊക്കെ അള്ളാഹ് മായ്ച്ചു കളഞ്ഞിട്ട് നേരെ സ്വർഗത്തിലേക്ക് പ്രവേശനം അവർക്ക് ഒരുക്കുകയാണ്. പക്ഷെ രണ്ടാൾക്ക് ഒരുക്കൂല എന്നാണ്. ആ രണ്ടാളാരാ? പരസ്പരം വിദ്വേഷവും പകയും വെച്ച് നടക്കുന്ന ആളുകൾ. അപ്പോൾ നമ്മളുടെ ഈഗോ ഒഴിവാക്കിയിട്ട്, പകയും വിദ്വേഷമൊക്കെ ഒഴിവാക്കിയിട്ട് മുന്നോട്ട് പോകാൻ കഴിയണം. അപ്പോഴാണ് റമദാൻ നല്ല നിലയ്ക്ക് സ്വീകരിക്കാൻ കഴിയൂ. ഇൽ മുഹ്തജിറൈൻ, പരസ്പരം ഹജറാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പരസ്പരം പിണങ്ങി നിൽക്കുന്ന ആളുകൾ ഒഴികെ. അത് വേറെ റിവായത്തിൽ വന്നാണ്, വേറെ റിപ്പോർട്ടിൽ അങ്ങനെ ഉണ്ടെന്ന്. അവിടെ ആദ്യം പറഞ്ഞല്ലോ അന്ദിറു ഹാദൈൻ എന്ന് പറഞ്ഞുകൊടുത്ത് ഹത്താ യസ്തലിഹ എന്ന് പറഞ്ഞ ശേഷം അവർ സുൽഹാൻ പറഞ്ഞത് ഇല്ലൽ മുഹ്തജിറൈൻ, പരസ്പരം ബഹിഷ്കരിച്ച് നടക്കുന്ന ആളുകൾ ഒഴികെ. അങ്ങോട്ടും ഇങ്ങോട്ടും ബഹിഷ്കരണത്തോടെ പിണക്കത്തോടെ നടക്കുന്ന ആളുകളെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞതിൻ്റെ ആശയം തന്നെ വേറെ റിപ്പോർട്ടിൽ വന്നു എന്നുള്ളൂ, അവിടെ എടുത്തു കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ റമദാൻ ഇങ്ങനെ ഒന്നിട്ട് റമദാനിനെ കുറിച്ച് പഠിച്ചു നോക്കിയാൽ നമ്മളെ മനസ്സൊന്നാണ് നന്നാക്കാൻ കഴിഞ്ഞാൽ റമദാൻ ബാക്കിയുള്ളതൊക്കെ അള്ളാൻ്റെ അടുത്ത് വിട്ടുവീഴ്ച കിട്ടും. പക്ഷെ മനസ്സ് നന്നാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ നോമ്പ് വേണ്ടത്ര ഫലവത്താവില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, രണ്ടാമത് വേണ്ടത്, ഇപ്പോൾ ഒന്നാമത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മനസ്സ് ശുദ്ധാക്കുക എന്നുള്ളത് ഉണ്ടായാലാണ് നമുക്ക് ബാക്കിയുള്ളിലേക്കൊക്കെ എത്താൻ കഴിയുള്ളൂ. രണ്ടാമത് പറയുന്നത് വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധമാണ്. ഖുർആൻ്റെ അവതരണ മാസം എന്ന നിലയ്ക്ക് ഖുർആൻ ലഭിച്ചതിലുള്ള അതിയായ സന്തോഷമാണ് റമദാനിലൂടെ നാം അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നത്. ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജീവിത ക്രമമാണ് ഖുർആൻ പഠിപ്പിച്ചു തരുന്നത്, അല്ലേ? ഒരു മാനുവലാണ്. ശരിക്കൊരു മെഷീൻ, അതിൻ്റെ ഓപ്പറേറ്റിംഗ് മാനുവൽ ഉണ്ടാവുമല്ലോ. നമ്മളൊരു വാഷിംഗ് മെഷീൻ വാങ്ങുകയാണെങ്കിൽ അതെങ്ങനെയൊക്കെയാണ് പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് അതിൻ്റെ കാറ്റലോഗിലുണ്ടാകും. എന്നാൽ നമ്മുടെ മനുഷ്യനെ യന്ത്രത്തോട് ഉപമിക്കുകയാണെങ്കിൽ മനുഷ്യനാകുന്ന യന്ത്രം എങ്ങനെ പ്രവർത്തിപ്പിക്കപ്പെടണമെന്നതിൻ്റെ കൃത്യമായ ഒരു കാറ്റലോഗാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ ഖുർആൻ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ചൂഴ്ന്നു നിൽക്കുന്ന രൂപത്തിലേക്ക് വരേണ്ടതുണ്ട്. അതിനനുസരിച്ച് മാത്രമേ ഈ യന്ത്രം പ്രവർത്തിക്കാവൂ, എന്നാലേ അത് കേടുകൂടാതെ മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലെങ്കിൽ അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വ ബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, അല്ലേ? സൂറത്ത് ബഖറയിലെ 185 ആയത്താണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ ഖുർആൻ ഇറങ്ങിയ മാസമാണെന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹ് റമദാനിനെ പരിചയപ്പെടുത്തിയത്. അതെന്താ? ഹുദയാണ്, ജനങ്ങൾക്ക് ഹുദയാണ്, മാർഗദർശനമാണ്. ഹുദ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഹുദ നൽകിയിട്ടുണ്ട് അല്ലാഹ്. ഹിദായത്ത് 2 രീതിയിലുണ്ട്. ഒന്ന്, ജീവിതത്തിൽ തന്നെ നമ്മുടെ തലച്ചോറിൽ അല്ലാഹ് ചില കാര്യങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്? സ്വയം അതിൻ്റെ പ്രവർത്തനം, നമ്മളെ ഹാർട്ട് പ്രവർത്തിക്കുന്നു, മറ്റൊന്നും നമ്മളുടെ നിയന്ത്രണത്തിലല്ല. അതൊക്കെ അവിടെ നിന്നുള്ള മെസ്സേജുകൾക്കനുസരിച്ച് ഹാർട്ടും കിഡ്നിയും മറ്റ് ആന്തരാവയവങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ബാഹ്യമായി നമ്മുടെ അവയവങ്ങളൊക്കെ പ്രവർത്തിക്കേണ്ടതിനുള്ള മാർഗനിർദ്ദേശവും കൂടി നൽകിയിട്ടുണ്ട് ഹിദായത്ത്. ഈ ഹിദായത്ത് ഭൗതികമായ
നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ആ ഹിദായത്തുണ്ടെങ്കിലും അതിനപ്പുറം ആന്തരികമായി കാണുന്ന ഹിദായത്താണ്. ഇപ്പോൾ മൃഗങ്ങളിലൊക്കെ കാണുന്ന അതാണ് അല്ലേ. മൃഗങ്ങളിൽ അവരെ തലച്ചോറ് സെറ്റ് ചെയ്തിരിക്കുകയാണ് എന്തൊക്കെ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് ഒരു പശുക്കുട്ടിയെ ഞങ്ങൾ പ്രസവിച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ വെള്ളത്തിലേക്ക് എടുത്തിട്ടാൽ അത് നീന്തി കരക്ക് പറ്റും. മനുഷ്യക്കുട്ടി അങ്ങനെ പറ്റില്ല. കാരണം എന്താ? മനുഷ്യൻ്റെ തലച്ചോറിൽ ആ ഹിദായത്തില്ല. അത് ബാഹ്യമായി കിട്ടേണ്ട, പുറത്തുനിന്ന് കിട്ടേണ്ട ഹിദായത്ത് അതവന് വേറെ നൽകിയിട്ടുണ്ട്. അതവൻ ആർജിച്ചെടുക്കണം. എന്തുവാ എനിക്കറിയില്ല. അപ്പോൾ ഏതായാലും ഒരു കുട്ടിയെ, ഒരു മൃഗം സാധാരണ നിലയ്ക്ക് ആ മൃഗത്തിന് നീന്തം പഠിപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നീന്തം പഠിപ്പിക്കാതെ തന്നെ അതിനെന്ത് ചെയ്യാം? നീന്താൻ കഴിയും. നാം മനുഷ്യക്കുട്ടിയെ നീന്തം പഠിപ്പിക്കണം. പഠിപ്പിച്ചെടുത്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അത് നീന്താൻ കഴിയുള്ളൂ. അപ്പോൾ അത് അള്ളാഹു ഓരോന്നിനും നൽകിയ പ്രത്യേക കഴിവാണ് ആ ഹിദായത്ത്. എന്നാൽ ഈ ഹിദായത്ത് അതല്ല. ഇത് ബാഹ്യമായി നമുക്ക് ലഭിക്കേണ്ട, പുറത്തുനിന്ന് നാം ആർജിച്ചെടുക്കേണ്ട ഹിദായത്താണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അതാണ് ഇവിടെ ഖുർആൻ നമുക്ക് ഹിദായത്താകുന്നുണ്ട് എന്ന് പറഞ്ഞത്. ഓ ബയ്യിനാത്തി മിനൽ ഹുദ വൽ ഫുർഖാൻ അല്ലേ. ഹുദയുടെ വ്യക്തമായ തെളിവുകളും ഫുർഖാനും സത്യാസത്യ വിവേചനവുമൊക്കെ ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഖുർആൻ്റെ അവതരണം പറഞ്ഞ ശേഷമാണ് ഫമൻ ഷഹിദ മിൻകുമുൽ ഷഹ്ർ, ആ മാസം നിങ്ങൾ ആരെങ്കിലും സന്നിഹിതരാണെങ്കിൽ ഫല്യസുമുഹു, അവൻ നോമ്പെടുക്കട്ടെ. പിന്നെ നോമ്പ് ആർക്കൊക്കെ ഇളവുണ്ട് എന്നൊക്കെയാണ് പിന്നെ പറയുന്നത്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. വേറെ ആയത്ത് നോക്കൂ. യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ. നമ്മൾ നേരത്തെ പറഞ്ഞതിലേക്കുള്ള സൂചനയാണ്. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബിക്കും, റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള മൗഇദത്ത്, സതുപദേശം നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, ഹൃദയങ്ങളിലുള്ള രോഗങ്ങൾക്കുള്ള ശിഫയും കൂടി ഇതിലുണ്ടെന്ന്. ഇപ്പോൾ ഈ ഖുർആനിലൂടെ ഹൃദയത്തിൽ വരാവുന്ന നേരത്തെ പറഞ്ഞ ഷഹന, വിദ്വേഷം, പക, വെറുപ്പ്, അകൽച്ച, ഇതൊക്കെ അതിനൊക്കെ ഷിഫ ഖുർആനിലുണ്ട്. അതാണ് ഖുർആൻ പഠിപ്പിച്ചു തരുന്ന ഇത്. അതിന് ചികിത്സയാണ്. ആ ചികിത്സ എന്താണ്? ഖുർആൻ ഊതിക്കെട്ടിയാലോ അല്ലെങ്കിൽ എഴുതി കെട്ടിയാലോ ശരിയാവില്ല. ആ ഖുർആൻ പഠിച്ച് മനസ്സിലാക്കി മനസ്സിലേക്ക് അതിൻ്റെ ആശയങ്ങൾ ആഴ്ന്നിറങ്ങുമ്പോൾ മാത്രമാണ് ആ ഷിഫ ഉണ്ടാവുള്ളൂ. പിന്നെ വഹുദം വറഹ്മാലിൽ മുഅ്മിനീൻ. അപ്പോൾ ആ ഹിദായത്ത്, അതേപ്രകാരം തന്നെ ആ ഷിഫ, അത് രണ്ടും നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അത് ലഭിക്കാനാണ് നാം റമളാൻ സ്വീകരിക്കുന്നത്. റമളാനിൽ ഖുർആൻ കിട്ടിയ മാസം എന്ന നിലയ്ക്ക് ആ റമളാനെ ആ നിലയ്ക്ക് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, നോമ്പിൻ്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, ഒന്ന് പാപസുരക്ഷിതത്വം, രണ്ട് നരകമോചനം. ഇതാണ് അതിൽ പഠിപ്പിച്ചിരുന്നത്. പാപങ്ങളിൽ നിന്ന് നമ്മെ സുരക്ഷ ഒരുക്കുകയാണ് നോമ്പ് ചെയ്യുന്നതെന്നാണ്. രണ്ടാമത്, നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള അവസരം നമുക്ക് കനിഞ്ഞേകുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ പാപസുരക്ഷിതത്വം ഉണ്ടാകണമെങ്കിൽ വലിയ ട്രെയിനിങ് കിട്ടിയാൽ തന്നെ ഉണ്ടാവുള്ളൂ. പാപങ്ങളിലേക്ക് എപ്പോഴും, തെറ്റുകളിലേക്കും കുറ്റങ്ങളിലേക്കും വഴുതി പോകാനുള്ള സാധ്യതകളേറെയാണ്. കാരണം അങ്ങനെ ഒരു കലർപ്പുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ അതിൽ നിന്ന് സുരക്ഷ ഒരുക്കുകയാണ് അള്ളാഹു ഒരു മാസക്കാലം നമ്മെ ട്രെയിൻ ചെയ്തുകൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ട്രെയിനിങ് വിജയപ്രദമായി പുറത്തിറങ്ങിയാൽ പിന്നെ 11 മാസക്കാലം ശരിക്ക് പാപത്തിൽ നിന്ന് സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ കഴിയും. റസൂലുള്ള പറഞ്ഞു, 70 വർഷം നരകത്തിൽ നിന്ന് വിദൂരമാകുന്ന ഒരു രംഗം റസൂലുള്ള പറഞ്ഞു. എപ്പോഴാണത്? ഒരു ദിവസം നോമ്പെടുത്താലാണെന്നാണ്. ഒരു ദിവസം നോമ്പെടുത്താൽ. നോക്കൂ, ഹദീസ് അങ്ങനെ തന്നെയുള്ളത്. മാമിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദാസൻ ഒരു ദിവസം നോമ്പെടുത്താൽ, ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗം വജഹഹു അനിൻ നാരി 70 ഖരീഫ, ആ ഒരൊറ്റ ദിവസത്തെ നോമ്പ് കൊണ്ട് അവൻ്റെ മുഖത്തെ നരകത്തിൽ നിന്ന് 70 വർഷത്തെ വഴിദൂരം അള്ളാഹു അകലെയാക്കും അവൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ അവനെ പൂർണ്ണമായും നരകത്തിൽ നിന്ന് അത്രയും ദൂരത്തേക്കാക്കും ഒരൊറ്റ നോമ്പ് കൊണ്ടെന്ന്. അപ്പോൾ 30 നോമ്പ് കൊണ്ട് എത്ര ദൂരത്തെത്തണം? പക്ഷേ എത്തുന്നുണ്ടോ, എത്താൻ കഴിയുന്നുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എത്താൻ കഴിയണമെങ്കിൽ നമ്മുടെ നോമ്പ് ആ നിലക്കുള്ള നോമ്പായി മാറേണ്ടതുണ്ട്. ഇപ്പോൾ നോമ്പിനെ നാം സ്വീകരിക്കുമ്പോൾ അങ്ങനെയുള്ളൊരു ട്രെയിനിങ് നമ്മുടെ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും വരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത് നോമ്പിനെ ശരിക്കും സ്വീകരിക്കേണ്ടത് എങ്ങനെയാണെന്ന്.
അല്ല, ഏത് നോമ്പാണെങ്കിലും നോമ്പിന് അത്രയും പ്രാധാന്യം ഉണ്ടെന്ന് കാണിക്കാൻ റസൂലുള്ള പറഞ്ഞു. ഇത് നോക്കൂ നിങ്ങൾ, റസൂലുള്ള പറഞ്ഞു മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അതിൽ പഠിപ്പിക്കുന്നത്. റമളാൻ നോമ്പ് ഫലപ്രദമാകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്നെന്താണ്? ഈമാൻ ഉണ്ടാവണം. എല്ലാവരും നോമ്പെടുക്കുമ്പോൾ ഞാനും നോമ്പെടുക്കുന്നു, എൻ്റെ ഉപ്പയും ഉമ്മയും ഒക്കെ നോമ്പെടുക്കുന്നവരായതുകൊണ്ട് ഞാനും നോമ്പെടുക്കുന്നു, അങ്ങനെ ഒരു നോമ്പാകാൻ പാടില്ല. ഈമാൻ ഉണ്ടാകണം. രണ്ടാമത്തെ ഇഹ്തിസാബ് ഉണ്ടാകണം. എന്നാ ഇഹ്തിസാബ് കാരണം എന്താ? പ്രതിഫലേച്ഛ. ഇതിന് പ്രതിഫലം കിട്ടണേ എന്നുള്ള മോഹത്തോടെ ചെയ്യണം. ഇത് രണ്ടുണ്ടായാലേ നോമ്പ് നേരത്തെ പറഞ്ഞ നോമ്പാവുള്ളൂ. അപ്പോഴാണ് 70 വർഷം ദൂരേക്ക് പോവുക. നരകത്തിൽ നിന്ന് 70 വർഷത്തെ ദൂരം ഒറ്റ നോമ്പ് കൊണ്ട് കിട്ടും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഈമാൻ ഇഹ്തിസാബ്. അപ്പോൾ നോമ്പ് ശരിക്കും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ഈ രണ്ട് കാര്യങ്ങൾ, ഈമാൻ ശക്തമാക്കുക, ഇഹ്തിസാബോടെ. ഇത് നോമ്പിനെ കുറിച്ച് മാത്രമല്ല കേട്ടോ, രാത്രി നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെയും പറഞ്ഞ അങ്ങനെ തന്നെയാണ്. ഈമാനും ഇഹ്തിസാബുമാണ്. അതെ. ഇവിടെ ഇബാദത്തുകളെക്കുറിച്ച് നമുക്ക്, ഇബാദത്തുകൾ സ്വീകാര്യമാകണമെങ്കിൽ എന്ത് വേണമെന്നും കൂടി നാം പരിശോധിക്കേണ്ടതുണ്ട്. ഇബാദത്തുകൾ സ്വീകാര്യമാകണമെങ്കിൽ ഷിർക്കിൽ നിന്ന് മുക്താകണം, വ്യക്തിബന്ധങ്ങൾ നല്ല നിലയിലാകണം. ഈ രണ്ട് കണ്ടീഷൻ ഉണ്ട് ഇബാദത്തുകൾ സ്വീകാര്യമാകണമെങ്കിൽ. ഇപ്പം റമളാൻ എന്നല്ല, എല്ലാ ഇബാദത്തുകൾക്കും അത് ബാധകമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന്, ഷിർക്കിൽ നിന്ന് മുക്താകണം. ആ ആ അല്ല, അത് കഴിയില്ല. അല്ല, വെറുപ്പ് നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. അവരായിട്ടുള്ള ബന്ധത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അത് എല്ലാ ആളിലും എന്നല്ല, സ്നേഹബന്ധത്തിൽ വരെ അത് കഴിയില്ല എന്നല്ലേ റസൂലുള്ള പറഞ്ഞ്. അത് വേണ്ടി വരും. പക്ഷെ അവിടെയൊക്കെ നമ്മെ നിയന്ത്രിക്കാൻ കഴിയാന്നുള്ളതാണ് നമ്മളുടെ ഹൃദയം ക്ലിയർ ആകാനുള്ള മാർഗം. അവരുടെ സ്വഭാവങ്ങളെക്കനുസരിച്ച് നമ്മൾ പ്രതികരിക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പക്ഷെ അത് റസൂലുള്ള ഒരിക്കൽ പറഞ്ഞു അല്ലേ, റസൂലുള്ളാഹിയുടെ ഒരു കുടുംബക്കാരെ കുറിച്ച് പറഞ്ഞപ്പോഴേ അതെ, അത് ആ വ്യക്തിയോടുള്ള വിരോധമല്ല, എന്താണ്, അവൻ്റെ ചെയ്തിയോടുള്ള വിരോധമാണ് അല്ലേ. കൽബിൽ ഉള്ള അകൽച്ച അവിടെ വേണ്ടതുള്ളൂ, അല്ല വ്യക്തിയോട് നമ്മൾ അകലേണ്ടതില്ല. എന്ത് ചെയ്യണം? വ്യക്തിയുടെ ചെയ്തിയോടെ നമുക്ക് അകൽച്ച വേണം. ആ ചെയ്തിയുള്ള വ്യക്തിയെ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? സാധാരണ നിലയ്ക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന പോലെ, മറ്റുള്ളവരോടുള്ള ചങ്ങാത്തം പോലെ ചങ്ങാത്തം എന്ത് ചെയ്യാൻ പറ്റില്ല, അവനോട് തുടരാൻ പറ്റില്ല. കാരണം നമ്മൾ മോശമാവും. അപ്പം അങ്ങനത്തെ രംഗങ്ങൾ വിട്ടു നിൽക്കാനുള്ള നിർദ്ദേശങ്ങളും ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ ഒരു കുടുംബക്കാരെ കുറിച്ച് പരാതിയായിട്ട് ഒരാൾ വന്നിരുന്നു അല്ലേ. ഇന്നലീ ഖറാബ, എനിക്കൊരു അടുത്ത കുടുംബക്കാരൻ്റെ റസൂലെ, അസ്ലുഹും വയക്തഊനി, ഞാൻ അവരോട് നല്ല ബന്ധമാണ് പുലർത്തുന്നത്, പക്ഷേ എന്നോട് ബന്ധം മുറിക്കുകയാണ് അവർ ചെയ്യുന്നത്. എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചത്. ഞാൻ അവരോട് പരമാവധി ബന്ധം പുലർത്തുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യുന്നു? വയക്തഊനി. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ ഫകഅന്നമാ തുസിഫുഹുൽ മല്ല എന്നാണ്. അങ്ങനെയാണ് ഇനിയെങ്കിൽ നീ അവരെ ചൂട് വെണ്ണീർ തീറ്റിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞാൽ അത്രയും കുറ്റകരമായ കർമ്മമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ ഇങ്ങനെയൊക്കെ ബന്ധം പുലർത്തിയിട്ടും അപ്പം നീ വലിയ പുണ്യത്തിലുമാണുള്ളതെന്നാണ് ആ പറഞ്ഞതിനർത്ഥം അല്ലേ. നിനക്ക് നല്ല പുണ്യമാണ് നീ അതുകൊണ്ട് വാരിക്കൂട്ടുന്നത്. അപ്പോൾ ചില കുടുംബങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാകാം. നിങ്ങൾ ഈ പറഞ്ഞ പോലെ കുടുംബ ബന്ധങ്ങളിൽ ചിലപ്പോൾ ചില കുടുംബങ്ങൾ നമ്മോട് അത്രയും അകലവും വെറുപ്പും ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്മളെന്ത് ചെയ്യണം? നമ്മൾ അവരോട് ബന്ധം പുലർത്തണം. അത് നമുക്ക് പുണ്യത്തിന് വേണ്ടിയാണ്, നമുക്ക് വേറെ പുണ്യം കിട്ടും. മാത്രമല്ല അവർക്കത് കുറ്റകരമായി തീരുകയും ചെയ്യും. നമ്മൾ എത്ര കണ്ടവരോട് ബന്ധം പുലർത്തുന്നോ അതിനനുസരിച്ച് അവർ കുറ്റം പേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആണ് ഫകഅന്നമാ തുസിഫുഹുൽ മല്ല. അപ്പം ഏത് അല്ല ഈ പറഞ്ഞത് അതിലേക്കും വരുന്നുള്ളൂ. അമലുകളെ, ഇബാദത്തുകൾ സ്വീകരിക്കണമെങ്കിൽ എന്തൊക്കെ വേണമെന്ന് രണ്ട് കണ്ടീഷൻസ് ഞാൻ പറഞ്ഞതല്ലേ. ഷിർക്കിൽ നിന്ന് മുക്തമാകണം, വ്യക്തി ബന്ധങ്ങൾ നല്ല നിലയിലാവണം, അമലുകൾ നിഷ്ഫലമാകാതിരിക്കാനുള്ള ജാഗ്രതയാണ് അതിൽ വേണ്ടതെന്നാണ് ഇപ്പോൾ ഞാൻ ഒന്ന് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ റമളാൻ നാം സ്വീകരിക്കുമ്പോൾ നമ്മുടെ അമലുകൾ നിഷ്ഫലമാകാതിരിക്കാൻ ജാഗ്രത വേണം. സത്യനിഷേധവും ഷിർക്കുമാണ് അതിൽ സൂക്ഷിക്കേണ്ടത്.
അത് വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഖുർആൻ പറഞ്ഞു സൂറത്ത് ഫുർഖാനിലാണ്, വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. അവിശ്വാസികളെക്കുറിച്ച് പറഞ്ഞപ്പോഴേ അവർ പ്രവർത്തിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നാം ചിതറിയ ധൂളികളെപ്പോലെ ആക്കി തീർക്കുന്നതാണ്. അപ്പം എന്താണ്, ഒന്ന് വിശ്വാസം ശരിയായില്ല എങ്കിൽ ഷിർക്കിലൂടെയാണ് പോകുന്നതെങ്കിൽ തന്നെ ആ പ്രവർത്തനങ്ങൾ മുഴുവൻ ധൂളിയായിട്ടാണ് ധൂളികളെ പോലെ ആക്കുന്ന, അവരെന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന്. അപ്പോൾ ഒന്നാമത്തെ അതാണ്, ഷിർക്കിൽ നിന്ന് മുക്താകണം, കുഫറിൽ നിന്ന് മുക്താകണം. ഷിർക്കും കുഫറും ഇല്ലാത്ത രൂപത്തിൽ മുന്നോട്ട് പോയെങ്കിലേ അഅ്മാലുകൾ സ്വീകാര്യമാവുകയുള്ളൂ. അപ്പോൾ റബ്ബിന് വേണ്ടി എന്നുള്ള ചിന്ത നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടാകണം, സ്വർഗലബ്ധിക്ക് വേണ്ടി എന്നുള്ള ചിന്തയുണ്ടാകണം. അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. ഒന്ന്, നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ റബ്ബിന് വേണ്ടി എന്നുള്ള ചിന്ത വേണം, ഇഹ്തിസാബ് വേണം, ഈമാന് വേണം എന്നറിഞ്ഞല്ലോ. അപ്പോൾ അത് തന്നെ അവിടെ രണ്ടാമതുള്ളത്, മുത്തഖികളിൽ നാം ഉൾപ്പെടണമെങ്കിൽ സ്വർഗലബ്ധി, അതാണ് ഇഹ്തിസാബ്. ഇതിനൊക്കെ പ്രതിഫലം അള്ളാൻ്റെ അടുത്ത് കിട്ടും, സ്വർഗം കിട്ടും എന്നുള്ള പ്രതീക്ഷയും സ്വർഗം കിട്ടണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ മുന്നോട്ട് പോയാൽ മാത്രമേ എന്തു ചെയ്യുള്ളൂ, അഅ്മാലുകൾ സ്വീകാര്യമാവുകയുള്ളൂ. അതാണ് നമ്മൾ നേരത്തെ പഠിപ്പിച്ച ആയത്തിൽ പഠിപ്പിക്കുന്ന അതാണ് അല്ലേ, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ഈ മുത്തഖിയായി തീർന്നെങ്കിലേ സ്വീകരിക്കുകയുള്ളൂ എന്ന് അവൻ മറ്റവനോട് പറയാണ്. പക്ഷെ അവൻ്റെ വാക്ക് അവിടെ ഫലപ്രദമായില്ല കേട്ടോ. ആ കഥയിലേക്ക് ഞാൻ പോകുന്നില്ല, അവനെ കൊന്നല്ലോ, ഖുർആൻ പിന്നീട് പറയുന്നുണ്ട്. നമ്മുടെ വിഷയം ഇപ്പോൾ ഇവിടെ പശ്ചാത്താപം ഉണ്ടാകണം, തൗബ ചെയ്ത് പാപമുക്തി നേടണം എന്നുള്ളതിലേക്കാണ് അടുത്തത് വരേണ്ടത്. ഒന്ന്, ഈ പറഞ്ഞ രൂപത്തിൽ തഖ്വ കൈവരിക്കണം. തഖ്വ കൈവരിക്കാൻ പാപമുക്തിയിലേക്ക് എത്താൻ നമുക്ക് കഴിയണം. അപ്പോൾ പശ്ചാത്താപത്തിൻ്റെ മാസമാണ് റമളാൻ. അപ്പോൾ തൗബ ചെയ്ത് പാപമുക്തി നേടാൻ അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടമുള്ള കാര്യം കേട്ടോ. തെറ്റുകുറ്റങ്ങൾ അള്ളാഹിനോട് തുറന്ന് പറഞ്ഞ് മാപ്പ് അപേക്ഷിക്കുന്നത്, പശ്ചാത്തപിക്കുന്നവനോട് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണെന്നാണ്. റസൂലുള്ള ഒരു ഉദാഹരണം കൊണ്ട് അത് ഉദാഹരിച്ച് കാണാം അല്ലേ. നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഹദീസായിരിക്കും. നിങ്ങളിലൊരാൾ ഒരു യാത്ര പോവുകയാണ്. ആ യാത്രയിൽ അവൻ്റെ പെട്ടിയിൽ എല്ലാ സാധനവും ഒരുക്കി വെച്ചിട്ടുണ്ട്. അവൻ്റെ രേഖകളുണ്ട്, അവനുള്ള ഭക്ഷ്യവസ്തുക്കളുണ്ട്, എല്ലാം ഒരുക്കിയിട്ടാണ് യാത്ര പോകുന്നത്. എല്ലാം ഒരു പെട്ടിയിലാണ്. അങ്ങനെ ആ പെട്ടിയിട്ട് പോയി നിങ്ങളിങ്ങനെ ട്രെയിൻ യാത്ര ചെയ്യുകയാണെന്ന് സങ്കല്പിച്ചോളൂ. ട്രെയിനിൽ വെച്ച് നിങ്ങളൊന്ന് മയങ്ങിപ്പോയി, കണ്ണ് തുറന്ന് നോക്കുമ്പോൾ പെട്ടി കാണുന്നില്ല. അവൻ്റെ ദുഃഖം എത്ര ആയിരിക്കും എന്ന് പറയണ്ടോ. കാരണം അവൻ്റെ യാത്ര തന്നെ മുടങ്ങുകയാണ്. യാത്രാ രേഖകൾ അതിലുണ്ട്, ഭക്ഷ്യവസ്തുക്കളുണ്ട്, ഡ്രസ്സുണ്ട്, എല്ലാ സാധനവും അതിലാണുള്ളത്. വേറെ ഒന്നും പുറത്തില്ല. ആകെ ഇട്ട ഡ്രസ്സും പോക്കറ്റിൽ എന്തെങ്കിലും പൈസ ഇട്ടുണ്ടെങ്കിൽ അതുവേ ഉള്ളൂ, വേറെയുള്ള ഒക്കെ അതിലാണുള്ളത്. അതങ്ങോട്ട് പോയാലുണ്ടാകുന്ന ആ രംഗം എത്ര വിഷമകരായിരിക്കും. എന്നിട്ട് നിങ്ങളിങ്ങനെ ഉണർന്ന് അത് കാണാതെ വെപ്രാളപ്പെട്ട് ഇങ്ങനെ ഇരുന്ന് മയങ്ങി വീണ്ടും ഉറങ്ങുകയാണ്. കാരണം ഇനി എന്ത് ചെയ്യും, ആകെ നിരാശനായി. അങ്ങനെ ഉണർന്നു നോക്കുമ്പോഴാണ് അല്ലേ ടി ഒന്നുകൊണ്ട് പറയും, നിങ്ങളെ പെട്ടി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ടിയോട് പരാതി പറഞ്ഞു, നിങ്ങളെ പെട്ടി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാലുണ്ടാകുന്ന ആ ഒരു സന്തോഷം അത് അനിർവചനീയമാണ് അല്ലേ, അവർണ്ണനീയമാണെന്ന് പറയേണ്ടി വരും. അതിരറ്റ സന്തോഷം. എന്നാൽ അള്ളാൻ്റെ സന്തോഷം അങ്ങനെയാണെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ഇങ്ങനെ ഒരു രംഗം അനുഭവിക്കുമ്പോൾ ആ പെട്ടി ഇങ്ങോട്ട് തിരിച്ചു കിട്ടിയ രേഖകളൊക്കെ തിരിച്ചു കിട്ടുമ്പോൾ, ഭക്ഷണമൊക്കെ ഉള്ള ആ പെട്ടി തിരിച്ചു കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എത്രയാണോ, എന്നാൽ അള്ളാഹ് അതിനേക്കാൾ വലിയ സന്തുഷ്ടനാണെന്നാണ്. ഒരു ഹദീസിൽ അങ്ങനെ ഉണ്ട്, ലല്ലാഹു അഫ്റഹു ബി തൗബത്തി അബ്ദിഹി. തൻ്റെ ദാസൻ്റെ പശ്ചാത്താപത്തിൽ അള്ളാഹു ഏറെ സന്തുഷ്ടനാണ്. മിൻ റജുലിൻ നസല മൻസിലൻ ബി ഉബിഹി മഹ്ലക. ഒരു വീട്ടിൽ ഇങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങിയ ആളെ പോലെ അവൻ്റെ നാശം അതിൽ കുടിയിരിക്കുന്നുണ്ടായിരുന്നു. ഓ മാഹു റാഹിലത്തുഹു, അവൻ്റെ യാത്രാവാഹനം അവൻ്റെ കൂടെയുണ്ട്. അലൈഹ തആമുഹു വ ഷറാബുഹു, അവൻ്റെ ഭക്ഷണവും പാനീയവും ഒക്കെ അതിലുണ്ട്. ഫവദഅ റഅസഹു, അവൻ ആ വീട്ടിൻ്റെ അടുത്ത് ഒന്ന് തല ചായ്ച്ചു. ഫനാമ, അങ്ങനെ ഉറങ്ങിപ്പോയി, ഒരൊറ്റ ഉറങ്ങി. ഫസ്തൈഖള, അങ്ങനെ ഉണർന്ന് എഴുന്നേറ്റ് നോക്കുകയാണ്. ഒക്കെ ദഹബത്ത് റാഹിലത്തുഹു, എഴുന്നേറ്റ് നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, വാഹനം കാണുന്നില്ല. തൻ്റെ എല്ലാം ഉള്ള ഭക്ഷ്യവസ്തുക്കളും എല്ലാമുള്ള വാഹനത്തെ കാണുന്നില്ല. ഹത്താ ഇദ ഇസ്തദ്ദ അലൈഹിൽ ഹർറു, വീണ്ടും ചൂട് ശക്തമായി. വല്ലാത്ത ദാഹവും വല്ലാതുണ്ട്, വെള്ളമടക്കം അതിലുള്ളത്. ഔ മാഷാ അള്ളാഹ്, അല്ലെങ്കിൽ അള്ളാഹ് ഉദ്ദേശിച്ച് എന്തൊക്കെ അതൊക്കെ സംഭവിച്ചു അവൻ്റെ
ജീവിതത്തിൽ ആകെ വിഷമായി. കാല അർജുയില മക്കാനി, അങ്ങനെ മൂപ്പര് ഇത് തിരഞ്ഞ് മടുത്ത് ക്ഷീണിച്ച് വീണ്ടും ഞാൻ അവിടെ തന്നെ പോയി കിടക്കട്ടെ, അല്ല ഇനി എന്താ ചെയ്യുക എന്ന് അവൻ ആഗ്രഹിക്കുകയാണ്. ഫറജ ഫനാമനൗമ, അങ്ങനെ വന്ന് വീണ്ടും ആ വീട്ടിൽ കിടന്നുറങ്ങുകയാണ്. സുമ്മ റഫാ റൗസഹു, പിന്നെ ഒന്ന് തല ഉയർത്തി നോക്കുമ്പോൾ ഫൈദ റാഹിലത്തുഹു ഇൻദഹു, അവൻ്റെ വാഹനം അവൻ്റെ അടുക്ക് എത്തിയിട്ടുണ്ട്. ഇത് വേറെ നിലക്ക് വേറെ ഹദീസിൽ വന്നിട്ടുണ്ട്. മരുഭൂമിയിലൂടെ പോകുമ്പോൾ മരുഭൂമിയിൽ വെച്ച് അവനെ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ഒരു മരത്തണലിൽ ഇറങ്ങിയപ്പോൾ എന്ത് ചെയ്യാണ്, വാഹനം അവനിൽ നിന്ന് കൈമോശം വന്ന് പോവുകയാണ്. അങ്ങനെ അവനാകെ വിഷമിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്ന് എന്താ മരുഭൂമിയിൽ വേറെ ആരും സഹായിക്കാനില്ല, ഒന്നുമില്ല. അങ്ങനെ പ്രതീക്ഷ അറ്റ് ഇരിക്കുന്ന സമയത്ത് ദൂരെ നിന്നെന്തോ ഒന്നിങ്ങനെ വരുന്നത് കാണുന്നു. അപ്പോൾ നോക്കിയപ്പോൾ തൻ്റെ വാഹനമാണ്. എന്തൊരു സന്തോഷമായിരിക്കും അപ്പോൾ ഉണ്ടാകുക. ആ സന്തോഷമാണ് അള്ളാഹ്ക്ക് ഒരു വ്യക്തി തൻ്റെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവോട് തുറന്നു പറഞ്ഞ് പശ്ചാത്തപിക്കുമുണ്ടാകുക. അപ്പം അള്ളാഹിൻ്റെ കാരുണ്യത്തിൻ്റെ ആഴവും പരപ്പും എത്ര ഉണ്ട് എന്നുള്ളതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പം ആ നിലയ്ക്ക് നമ്മളെ തെറ്റുകുറ്റങ്ങൾ തുറന്നു പറയാൻ പറ്റിയ ഒരു റബ്ബിൻ്റെ മുമ്പിലാണ് നമുക്ക് ഈ റമദാനിൽ നിൽക്കാനുള്ളത്, അല്ലാത്ത സമയത്ത് നാം നിന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കപ്പെടാൻ പശ്ചാത്താപ നിമഗ്നരായി അള്ളാഹുവെ സമീപിച്ചുകൂടാ? അങ്ങനെ സമീപിക്കാൻ നമ്മൾ തയ്യാറാവുന്നുണ്ടോ, സമയങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യത്തിൽ ഒരിക്കലുണ്ടായിരുന്ന ചോദ്യം. ഇല്ല എന്നാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയതെങ്കിൽ ഉണ്ടാവണം. അള്ളാഹിനോട് മനന്നൊന്ത് പ്രാർത്ഥിക്കണം. രാത്രി നമസ്കാരങ്ങൾക്ക് ശേഷം കണ്ണുനീരൊഴുക്കി അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ കഴിയണം. അപ്പോഴാണ് നമുക്ക് റമദാൻ വേണ്ടത്ര ഉപയോഗപ്പെടുത്തപ്പെട്ടു എന്ന് ബോധ്യമുള്ളൂ. സുള്ള പറഞ്ഞല്ലോ, ഇന്നഫിൽ ജന്നത്തി ബാബൻ യുഖാലു ലഹു റയ്യാൻ. സാധാരണ നിങ്ങൾ കേൾക്കുന്ന ഹദീസാണ്, ഞാൻ ഏറെ വിശദീകരിക്കുന്നില്ല. അത് റയ്യാൻ എന്ന നാമത്തിൽ ഒരു വാതിലുണ്ട് സ്വർഗത്തിൽ നിന്ന്. അതിലാരാ കിടക്കുക? നോമ്പ് നോറ്റോര്, നോമ്പിൻ്റെ ആളുകളാണ് കിടക്കുക. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും, വേറെ ആരും ആ കവാടത്തിലൂടെ പ്രവേശനമില്ല എന്നാ. നോമ്പുകാർക്ക് പ്രത്യേകം റിസർവ് ചെയ്ത ബാബാണത്രേ അത്. യുഖാലു ഐനസ്സായിമൂൻ, അവിടെ വിളിച്ചു പറയപ്പെടും, നോമ്പുകാരെവിടെ വരും, നോമ്പുകാർ വരും എന്ന് പറഞ്ഞ് വിളിക്കുന്നതാണ്. കാരണം മുസ്ലിങ്ങളെല്ലാവരും നോമ്പ് നോൽക്കുന്നതിനും നമ്മൾ ഈ പറഞ്ഞ നോമ്പുകാരെയാണ് അതിൽ ഉൾപ്പെടുള്ളൂ എന്ന്. അവിടെയാണ് നമ്മളെ നോമ്പ് യഥാർത്ഥ നോമ്പായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം എന്നുള്ളിടത്താണ് ഞാൻ ഈ കൊണ്ടുവരുന്നത്. ഫയഖൂമൂൻ, അപ്പോൾ യഥാർത്ഥ നോമ്പുകാരൊക്കെ എഴുന്നേൽക്കുന്നതാണ്. ഇത് വിളിച്ചു പറയുമ്പോഴേ അവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണല്ലോ. സ്വർഗപ്രവേശത്തിന് വേണ്ടി നമ്മളിങ്ങനെ എല്ലാവരും ഒരുങ്ങിയിരിക്കുമ്പോഴാണ് അവിടുന്ന് വിളിക്കുന്നത്. എവിടെ? അതിനെ സായിമൂൻ എന്ന് വിളിക്കുന്നതാണ്. നോമ്പുകാരെവിടെ വരിൻ. അപ്പോൾ നോമ്പുകാരൊക്കെ എഴുന്നേൽക്കും. ലാ യദ്ഖുലു മിൻഹും അഹദുൻ ഗൈറുഹു ഫൈദാ ദഖലു ഉഗ്ലിക, അവർ പ്രവേശിച്ചാൽ ക്ലോസ് ആക്കും. ഫലം യദ്ഖുൽ മിൻഹു അഹദുൻ, ആർക്കും അതിലൂടെ പ്രവേശനമില്ല വേറെ എന്നാണ്. അപ്പോൾ നോമ്പ് അത്രയും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുള്ളതാണ്. പക്ഷേ നോമ്പായിരിക്കണം. നമ്മൾ വെറുതെ റയ്യാൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് ദാഹം തീരുന്നത് എന്നാണ്. വെള്ളം കിട്ടുന്ന, ദാഹം തീർക്കപ്പെടുന്നത് എന്നാണ്. അപ്പോൾ അതിൻ്റെ പേര് ആ ഡോറിൻ്റെ ആ കവാടത്തിൻ്റെ പേരാണ്. എന്ന് പറഞ്ഞാൽ അവിടെ കടക്കുന്നതോടുകൂടെ ഇവിടുന്ന് പട്ടിണി കിടന്ന് ദാഹിച്ച ആളുകൾക്കൊക്കെ ദാഹാർത്തി തീരുന്ന ഒരു കവാടമാണ്. അതിലൂടെ കടക്കുന്നതോടെ തന്നെ അവർക്ക് ആ നിലയ്ക്കുള്ള ശീതള പാനീയങ്ങളും മറ്റും കിട്ടി അവരെ സ്വീകരിക്കുന്ന രംഗങ്ങൾ അത് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ നോമ്പിൻ്റെ മഹത്വം കൃത്യമായി നോമ്പ് അനുഷ്ഠിക്കണം. അല്ല, കൗസർ പറയണം, അബ്ദുൽ കൗസർ പറയണം. അതുകൊണ്ടാണ് നോമ്പിനെക്കുറിച്ച് ഇങ്ങനെ ഒന്ന് പറഞ്ഞത് അല്ലേ. നോമ്പിൻ്റെ മഹത്വം കാരണത്താൽ അത് അനുഷ്ഠിച്ചവർക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നതിൽ പ്രത്യേക താല്പര്യം കാണിക്കുന്ന അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. കണക്കില്ലാതെ നൽകുന്നു പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് ഈ ഹദീസിൽ നോക്കൂ, കുല്ലു അമലിബിനി ആദം ലഹു ഇല്ല സൗം എന്നാണ്. ഇബ്നു ആദമിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അവനുള്ളതാണ്, നോമ്പൊഴികെയെന്ന. നോമ്പ് അങ്ങനെയല്ലാന്ന്. കാരണം അവൻ്റെ അള്ളാൻ്റെ പ്രീതി മാത്രം മോഹിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് യഥാർത്ഥ നോമ്പ് അല്ലേ. ആ നോമ്പ് മറ്റുള്ളവരെ കാണിക്കാനാവില്ല, റിയാവ് വരാത്ത ഒന്നാണ് നോമ്പ്. ബാഹ്യമായി നോമ്പ് അഭിനയിക്കാം, അത് വേറെ വിഷയം. പക്ഷേ യഥാർത്ഥ നോമ്പുകാരൻ്റെ നോമ്പിനെക്കുറിച്ച് അതിൻ്റെ ആ ആഴവും പരപ്പും അളന്നെടുക്കാൻ കഴിയില്ല. ഫൈന്നഹൂലി, അതുകൊണ്ട് അള്ള പറയാണ്, അത് എനിക്ക് മാത്രമുള്ളതാണ്. വാനാജിസിബിഹി, ബാക്കിയുള്ളതിനൊന്നും ഞാനല്ല പ്രതിഫലം കൊടുക്കുക എന്നുള്ള അർത്ഥത്തിനല്ല, ഞാനതിന് പ്രത്യേക പ്രതിഫലം കൊടുക്കുന്നതാണ്. എന്നിട്ട് പറയുന്നത് വല ഹുലൂഫ് ഫമിസ്സായിമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്. നോമ്പുകാരൻ്റെ വായ
അല്ലേ? ദീർഘനേരം പട്ടിണി കിടക്കുമ്പോൾ വായക്കൊക്കെ ഗന്ധം വ്യത്യാസം വരും, ദുർഗന്ധം വരും. എന്നാൽ അത് അള്ളാൻ്റെ അടുക്കൽ മിസ്കിനേക്കാൾ സുഗന്ധമുള്ളതാണെന്നാണ്. അത്രമാത്രം സ്ഥാനമാണ് നോമ്പുകാരനുള്ളത് എന്നാണ് പഠിപ്പിക്കുന്ന ഈ ഹദീസ്. അപ്പോൾ അത് എന്തായിരിക്കണം? യഥാർത്ഥ നോമ്പുകാരനായിരിക്കണം.